വായിച്ച അനുഗ്രഹീത വചനത്തിനായി സ്തോത്രം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഫലം കായ്ക്കുമ്പോൾ എൻ്റെ ശിഷ്യന്മാരാകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ വളരെ വളരെ മനോഹരമായ, അപ്പോൾ തന്നെ പ്രായോഗികമായ ഒരു ദൈവവചന സന്ദേശമാണ് ഈ 15-ാം അധ്യായം. 14-15 അധ്യായങ്ങൾ വിഷയം കൊണ്ടും തുടർച്ചയാണ്. അത് ഞാൻ യഥോചിതം വിശദീകരിക്കാം. ഈ ബ്ലസ്മാരക്കലടക്കമുള്ള എല്ലാ സുവിശേഷ യോഗങ്ങളുടെയും ലക്ഷ്യം ശിഷ്യരാക്കുക എന്നതാണ്. മെയ്ക്ക് ഡിസൈപ്പിൾസ്. ആ ശിഷ്യരാക്കുന്നതിൻ്റെ ഭാഗമാണ് ബാപ്റ്റിസിങ് ദം ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങളവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളണം. സകല മനുഷ്യരെയും ശിഷ്യരാക്കുക എന്ന ക്രിസ്തു കൽപ്പനയുടെ ശക്തി എന്തെന്ന് ഞാൻ പറയാം. അതിൽ ആ വാക്കിൻ്റെ ശക്തിയുമുണ്ട്, അനുസരണത്തിൻ്റെ ശക്തിയുമുണ്ട്. ഒന്ന്, യേശു കൽപ്പിച്ചു, ആ വാക്കിൻ്റെ ശക്തി. 2, ദുർബലരായ 11 പേര് അന്ന് ശിഷ്യന്മാരായിട്ടുണ്ട്. അവരത് കേട്ടു, അനുസരിച്ചു. എന്താണ് പരിണിത ഫലം എന്നറിയണ്ടേ? യേശു കൽപ്പിച്ചത് വളരെ ലളിതമായ ഒരു ഭാഷയിലാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഏതാണ്ട് 120 മൈൽ മാത്രം വിസ്തൃതിയുള്ള ഒരു നാടിൻ്റെ ഗ്രാമീണ ഭാഷയിൽ ലാളിത്യബോധത്തോടെയാണ് സംസാരിച്ചത്. ചെറിയൊരു ഭാഷ. ആ ഭാഷയുടെ പേര് അരമൈക്ക് എന്നാണ്. അരാമിക് എന്നും ഉച്ചരിക്കാം. ഇത് വികാസം പ്രാപിച്ചൊരു ഭാഷയൊന്നുമല്ല. തൻ്റെ അനുഗാമികൾ സാധാരണ വീട്ടിൽ പറയുന്ന ഭാഷ, ആ ജൂതന്മാർക്ക് മാത്രം അറിയാവുന്ന ഭാഷ. മറ്റുള്ളവർക്ക് അറിയാമായിരിക്കും, സ്വാഭാവികമല്ല. ജൂതന്മാരിലെ പണ്ഡിത ലോകമെന്ന് സംസാരിക്കുന്നത് ഹീബ്രു അഥവാ എബ്രായ എന്ന കുറെ കൂടി സങ്കീർണമായ നമ്മുടെ പഴയ നിയമം എഴുതിയ ഭാഷയിലാണ്. അന്ന് റോമക്കാരുടെ ഔദ്യോഗിക ഭാഷ, റോമാ സാമ്രാജ്യമാണല്ലോ, അത് ലാറ്റിൻ എന്ന് പറയുക. അത് നല്ല സാഹിത്യാത്മകമായ ഭാഷയാണ്. ഇന്നും കോടതി വ്യവഹാരങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ്. നമ്മുടെ തൊട്ടടുത്ത തൃശ്ശൂർ കോടതിയിൽ പോലും ലാറ്റിൻ വേർഡുകളാണ് അധികം ഉപയോഗിക്കുക. ഇന്ന് ഇംഗ്ലീഷ് പോലെ ലോകം മുഴുവൻ സംസാരിക്കുന്നൊരു ഭാഷ അന്നുണ്ടായിരുന്നു. ദാറ്റ് വാസ് ദ ലിംഗ്വ ഫ്രാങ്ക്വ ഓഫ് ദി ഏൻഷ്യൻ്റ് വേൾഡ്. പൗരാണിക ലോകത്തിൻ്റെ ലിംഗ്വ ഫ്രാങ്ക്വ. ആ ഭാഷ നിങ്ങൾക്കും അതറിയാത്ത ഒരാളോടില്ല, ഗ്രീക്കാണ്. ജീവിതത്തിലൊരു ഗ്രീക്ക് ശബ്ദം ഉപയോഗിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല. സംശയണ്ട. എന്താ കാര്യം? നിങ്ങൾ പറയില്ല, ബയോളജിയാണ് കുഞ്ഞു മെയിൻ എടുത്തത്, അത് ഗ്രീക്കാണ്. ബയോസും ലോഗോസും. നിങ്ങൾ പറയാണ് കണ്ണ് വയ്യ, ഞാനൊരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണാൻ പോവാണ്. ഒഫ്താൽമോസ്, ഐ, കണ്ണ്, ഇതൊക്കെ ബൈബിളിൽ നിന്ന് പോയ സാധനങ്ങളാണ് കേട്ടോ. ഗൈനക്കോളജി നമ്മൾ കൊടുത്ത പദമാണ്, ഇതിൽ നിന്ന് പോയതാണ്. യേശു തൻ്റെ അമ്മയെ വിളിച്ചു ഗുനൈ, അതായത് സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? പൈഡിയ എൻ്റെ ദിക്കൽ വരുവാൻ വിടുവീൻ. പൈഡിയ കുട്ടി, പീഡിയാട്രീഷ്യൻ, അതിൽ നിന്നുണ്ടായതാണ്. ആ ഭാഷയിലാണ് നമ്മുടെ പുതിയ നിയമം എഴുതിയത്. അതത്ര നിസാര ഭാഷയല്ല കേട്ടോ, നല്ല പണ്ഡിത ലോകത്തിൻ്റെ ഭാഷയാണ്. കുട്ടികൾ പഠിക്കുന്ന 2πr πr² v ഈസ് ഈക്വൽ ടു f ലാംഡയും സൈൻ തീറ്റയും
കോസ് തീറ്റയും ടാൻ തീറ്റയൊക്കെ വന്ന ഭാഷയാണ്. സോക്രട്ടസിൻ്റെ ഭാഷ, പ്ലേറ്റോയുടെ ഭാഷ, അരിസ്റ്റോട്ടിലിൻ്റെ ഭാഷ, അങ്ങനെ ചിന്തക ഭാഷയാണ്, കാവ്യ ഭാഷയാണ്. എന്താ ഗ്രീക്കിലെ കവിത എന്നൊക്കെ പറഞ്ഞാൽ നാടകത്തിൻ്റെ ഭാഷയാണ്. നമ്മുടെ ജമൽസനോടൊക്കെ ചോദിച്ചാൽ അത് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഭാഷയല്ലെങ്കിൽ ആ സംഗീതത്തെപ്പറ്റി അവർക്കാണല്ലോ കൂടുതൽ അറിയുക. പക്ഷേ ഈ ഭാഷയിലൊന്നുമല്ല യേശു സംസാരിച്ച്. കോടതിയിൽ വെച്ച് യേശു ഈ ഭാഷ സംസാരിച്ചു. കാരണം പീലാത്തോസിന് അരമായിക്കൊന്നും അറിയില്ല. ബാക്കി യേശുവിൻ്റെ സംഭാഷണത്തിലല്ല ക്ലാസ് എടുത്തതൊക്കെ വളരെ ലഘുവായൊരു ഭാഷ, അരമായിക്ക്. കേട്ട കേൾവിക്കാരോ ബേസെയ്ത കടൽക്കരയിൽ മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെട്ട് മീൻ പെറുക്കിയും മീൻ ശേഖരിച്ചും വലയും പടകും നന്നാക്കിയും ഉപജീവനം കഴിച്ച പാവങ്ങൾ. കഷ്ടിച്ച് വായിക്കാനൊക്കെ അറിയാം, എഴുതാനൊക്കെ അറിയാം. തുകലുൽപ്പന്നങ്ങൾ വിറ്റോ തുകലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടോ തൊഴിൽ ചെയ്തവർ, നികുതി പിരിച്ച് ഗവൺമെൻറ്റിന് അടയ്ക്കുന്ന ജീവനക്കാർ, അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും ചെറിയ തൊഴിൽ ചെയ്തു വന്ന സാധാരണ മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുത്ത 70 പേർക്കുള്ളിൽ നിന്ന് വേർതിരിച്ച 12 പേര്, അതിലൊരു കള്ളനും ഉണ്ടായിരുന്നു. അങ്ങനെയാണെന്നേ നമ്മളാണെ അങ്ങനെ ചേർക്കുകയില്ല. നമ്മുടെ കർത്താവുണ്ട്, നമുക്കൊരു ട്രഷറുണ്ട്, നല്ല സമ്പന്നമായൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല ആക്റ്റീവാണ് ആൾ. ഉണ്ടോ, നമ്മൾ എന്തെല്ലാം നോക്കിയാൽ ഒരു ട്രഷറെ തിരഞ്ഞെടുക്കുന്നത്? യോഗത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരാളെയൊക്കെ നോക്കിയാണ് എടുക്കുന്നത്. ഉണ്ടോ, നമ്മുടെ ശ്രദ്ധ പോലും യേശുവിനില്ല. യേശു കൊള്ളരുതാത്തൊരു മനുഷ്യനെ പിടിച്ചിട്ട് പറഞ്ഞു, നീ ആ ട്രഷറർ. ഇനിയുണ്ട് വിചിത്രമായ ചില രീതികൾ. ക്ഷമിക്കണം ഒരു കാര്യം പറയുമ്പം, ഈ കൊമേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞ ഇച്ചിരി കട്ടിയാണ്. നല്ല ബുദ്ധിമാന് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളിലൊന്നാണ് കൊമേഴ്സ്, അല്ലേ? CA ഒക്കെ കുട്ടികൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, നല്ല പണിയെടുക്കണം. പക്ഷെ കൊമേഴ്സുകാരൻ്റെ പ്രത്യേകത, അയാൾ പ്രത്യേകിച്ച് ഗുണിക്കുന്നുമില്ല, ഹരിക്കുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല, കൂട്ടുന്നുമില്ല. നമ്മൾ തെറ്റിദ്ധരിച്ച് അത് മാത്സാണ്. മാത്സൊന്നും അല്ലത്. അടുക്കും ചിട്ടയും ഇല്ലാതെ നമ്മൾ ചിലവഴിച്ചതെല്ലാം അയാൾ നേരെയാക്കി വെക്കുന്നു, ഓർഡറിൽ. അതാണ് കൊമേഴ്സ്. മനസ്സിലായില്ലേ? അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകയും കുറയ്ക്കൊന്നും അല്ലെന്ന്. നമ്മൾ ചായ കുടിച്ചത്, ഭൂമി വാങ്ങിച്ചത്, നമ്മൾ യാത്ര ചെയ്തത്, കൺവെൻഷൻ നടത്തിയതെല്ലാം ഓർഡറിലാക്കി വെക്കുന്ന പണിയാണ്. നല്ല ബുദ്ധി വേണം അതിന്. പക്ഷെ അവർക്കൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ലാംഗ്വേജിൽ വളരെ പുറയില്ല, സാഹിത്യം വഴങ്ങൂല. പിണക്കമുണ്ടോ കൊമേഴ്സുകാർക്ക്? പിണങ്ങിയിട്ട് കാര്യമില്ല, യാഥാർത്ഥ്യമാണ്. തന്നെയല്ല, അവർ ഇംഗ്ലീഷ് കേട്ടാലേ മനസ്സിലാകും ഇത് കൊമേഴ്സുകാരനാണ്. കാരണം ആ ഉച്ചാരണം കേൾക്കുമ്പോൾ മനസ്സിലാകും. ക്രെഡിറ്റ് വാട്ട് കംസ് ഇന്ന്, ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇംഗ്ലീഷാണെന്ന് പോലും തോന്നില്ല. എല്ലാവരും അല്ല, ഇപ്പോൾ കുട്ടികൾ മെച്ചപ്പെട്ടു കേട്ടോ. പുതിയ കുഞ്ഞുങ്ങൾ ക്ഷമിക്കണം. അവരെ കവിത എഴുതാൻ ഏൽപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും ആലോചിച്ച്? സാഹിത്യം എഴുതാൻ ഏൽപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും, അല്ലേ? തമ്പുരാൻ്റെ പണി. കൊമേഴ്സ് പഠിച്ചൊരുത്തനോട് പറഞ്ഞു, നീ സാഹിത്യം എഴുതിക്കോണം, നീ പുസ്തകം എഴുതിക്കോണം. കണ്ടോ, ഇതൊക്കെ എഴുതാൻ കഴിവുള്ള രാഷ്ട്രീയ പ്രഭാഷകനായിരുന്ന, എരിവുകാരനായിരുന്ന ഒരുത്തന നമ്മുടെ യൂദ. അവനോട് പറഞ്ഞു, നീ പണം നോക്കിക്കോണം. സാഹിത്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത മത്തായി ഏൽപ്പിച്ച പണി സുവിശേഷം എഴുതിക്കോണം. ഇന്നും ദൈവം തിരഞ്ഞെടുത്തേക്കുന്നത് ഇങ്ങനെയാന്നേ. കഴിവില്ലാത്ത നമ്മളെ, യോഗ്യതയില്ലാത്ത നമ്മളെ നമുക്കൊന്ന് സമ്മതിച്ചേക്കാം, അല്ലേ? പാടാൻ അറിയാത്തതുകൊണ്ടാണ് ഇവിടെ നിർത്തിയ കർത്താവ്. കൃപയാണ്. പ്രസംഗിക്കാൻ അറിയില്ലെന്ന് ഇപ്പോഴും പേടിയുണ്ട്. പരീക്ഷ എഴുതുന്നൊരു കുട്ടിയുടെ തത്രപ്പാടുണ്ട് ഇപ്പോഴും പാടുമ്പോൾ, അല്ലേ? ഉണ്ടാകണം, ഇവിടെ നിൽക്കുമ്പോൾ വേണം. എന്താ കാര്യം? ചെറിയ താലന്തൊക്കെ ഉണ്ടാകാം, പക്ഷെ മുകളിലെ കൃപ, ഉയരത്തിലെ കാരുണ്യം. ഹല്ലേലൂയ. ലീഡർഷിപ്പും അങ്ങനെ. നീ കഴിവില്ലാത്തവനെ നോക്കിയാൽ ദൈവം രാജാവാക്കുന്നു. അങ്ങനെയൊക്കെയാണ്. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കാൻ നമുക്കിങ്ങനൊരു ഗുരുവിനെ കിട്ടിയ കൃപയോർത്ത് നിറഞ്ഞ ഹൃദയത്തോടവന് മഹത്വമർപ്പിക്കാൻ. ഇങ്ങനെ ഒരു ഗുരുവേ ലോകത്തുള്ളെന്ന്. നമ്മളെയൊക്കെ സ്നേഹിച്ച ഗുരുക്കന്മാരുണ്ട്, അത് കഴിവ് കണ്ടിട്ടോ, പ്രോത്സാഹിപ്പിച്ചവരുണ്ട്, കഴിവ് കണ്ടിട്ടാണെന്നേ.
പക്ഷേ ഒരു കഴിവില്ലാതിരുന്നിട്ടും 100 തോൽവി വഴങ്ങിയിട്ടും 1000 തോൽവി സംഭവിച്ചിട്ടും ഒരിക്കലും പരിതപിക്കാതെ കൂടെ കൂട്ടി ഉന്നത വിജയം വിളംബരം ചെയ്ത് വാഗ്ദത്തം ചെയ്ത് എവിടെയും പിന്നെ പരാജയപ്പെടുത്താതെ ജയം ശീലമാക്കാൻ നമ്മെ അഭ്യസിപ്പിച്ച ഒരു മഹാഗുരുവുണ്ട്. അവിടുത്തെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. ഈ രാത്രി ആ മഹാഗുരുവിനെ നോക്കി നമുക്ക് പറയാം, അവിടുത്തെ തിരഞ്ഞെടുപ്പ് എത്ര വിചിത്രവും വിശിഷ്ടവുമാണ്. ആ മഹാപദ്ധതിക്ക് മുമ്പിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഹല്ലേലൂയ. ഈ പാവങ്ങളെ ഇത് പറഞ്ഞ് ഏൽപ്പിച്ചൊരു വലിയ ജോലി ഏൽപ്പിച്ച ആൾ മരിച്ചു പെട്ടെന്ന്. ഈ ആളുകളെല്ലാം ദുർബലരും. എന്തിന്? കയ്യിൽ 10 രൂപയില്ലെന്നേ, ഒത്തുകൂടാനൊരു സ്ഥലമില്ലെന്നൊരു കമ്മിറ്റിയൊക്കെ കൂടാനേ. കമ്മിറ്റിക്ക് വരുന്നവർക്ക് ആഹാരവും വണ്ടിക്കൂലിയും കൊടുക്കാൻ പണമില്ലെന്നേ. കൂടുന്നവിടാന്നറിയണ്ടേ? മാർക്കോസ് എന്നറിയപ്പെടുന്ന, നമ്മളൊക്കെ അറിയപ്പെടുന്ന ദേവദാസൻ്റെ വീട്ടിൽ, ആ വീട്ടിൽ കൂടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ജാഗരിച്ച് വിരിച്ച് ഒരു ദിവസം പുതിയൊരു മാഷ് ചാർജ് എടുത്തു. അത് യേശുവിനെ പോലല്ല മാഷ്, കൃപയല്ല, ഒരല്പം കട്ടിയാണ്. ആ മാഷിൻ്റെ പേരാ പരിശുദ്ധാത്മാവ്. രണ്ടും രണ്ടാ ശൈലി. ഒരാൾ കൃപ കൊണ്ട് വരുമ്പോൾ അടുത്ത ആൾ തീഷ്ണത കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അലസനായി കിടന്നാൽ യേശുവിൻ്റെ കാരുണ്യമല്ല കിട്ടുന്നത്, നല്ല അടി. വയ്യാന്ന് പറഞ്ഞാലും പ്രസംഗിപ്പിക്കും, മരണം വരെ നമ്മളെ കൊണ്ട് ഈ പണി ചെയ്യിക്കും. ഇരമ്യാ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ബാലൻ, എനിക്ക് പറ്റിയല്ല. കുഞ്ഞെ, നീ എന്നാ നിന്നെപ്പറ്റി വിചാരിച്ചേ? അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ ഞാൻ നിന്നെ അഭിഷേകം ചെയ്ത് മാറ്റിയതാ. എന്നാൽ ഞാൻ പോക്കോളാം. പൊക്കോ. പ്രസംഗിച്ച് കഴിഞ്ഞ് പോകാൻ നേരം വണ്ടിക്കാശല്ല കിട്ടിയത്, നല്ല അടി കഴിഞ്ഞു ജയിലിൽ കിടക്കുമ്പോൾ പറഞ്ഞ് ഞാൻ പോകുന്നില്ല. പ്രസംഗിക്കാതിരുന്നപ്പോൾ പറയുക, എൻ്റെ അസ്ഥികൾ കുരുക്കം, അസഹനീയ വേദന, പരിശുദ്ധാത്മ സാന്നിധ്യം ഒരു ദൂതായി ശരീരത്തിലൊന്ന് വ്യാപരിച്ച് പുറത്ത് പ്രസംഗിക്കേണ്ട സമയം വരുമ്പോൾ അകത്തതിങ്ങനെ ഒതുങ്ങുമ്പോൾ ഭക്തൻ പറയുക, അസഹനീയ വേദന. തമ്പുരാൻ പറഞ്ഞു, പ്രസംഗിക്ക്. സുഖമുള്ളൊരു അസ്വസ്ഥതയാണ് യേശുവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. ആ സുഖമുള്ള അസ്വസ്ഥത ഭരിക്കുന്ന മനസ്സുകളെ കൊണ്ട് ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ. ആ പാട്ടിലെ ജനം ആസ്വദിച്ചു ദൈവത്തെ സ്തുതിക്കൂ. ആ പ്രസംഗത്തിലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കുത്തുകൊള്ളൂ. ആ ശുശ്രൂഷയിലെ ആളുകൾ ആത്മനിറവിനെ പ്രാപിക്കൂ. സ്തോത്രം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും അവിടെ നമ്മളെ വഴി നടത്തും. ഈ ജോലി ഈ 11 പേരങ്ങോട്ട് ഏറ്റെടുത്തു. നോക്കി നിൽക്ക ലോകം കണ്ടതും മറ്റൊരു കാഴ്ച. പേരും പെരുമയുമില്ലാത്ത നസർബൈത്ത് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് സാധാരണക്കാരനായ ഒരു തച്ചുശാസ്ത്രജ്ഞൻ, ജോലി ചെയ്യുന്ന മനുഷ്യൻ്റെ മകനെന്ന് ലോകമറിയപ്പെട്ട മറിയയുടെ മകനെന്ന് ലോകം വിളിക്കുന്ന നസ്രായനായ യേശു ചെറിയൊരു ഭാഷയിൽ ഒരു ചെറിയ സമൂഹത്തെ അഡ്രസ്സ് ചെയ്തെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ 5 വൻകരകളിലും 24 മണിക്കൂറും ഇൻ്റർവെല്ലില്ലാതെ, ഇടതടവില്ലാതെ, ഒരു തരത്തിലും യാതൊരു വിഘാതവുമില്ലാതെ പ്രസംഗിക്കപ്പെടുന്ന ഒരൊറ്റ സന്ദേശം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ഇന്ന് രാത്രി അതിവിടെ പ്രസംഗിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു കരയിലും ഈ സുവിശേഷ പ്രസംഗങ്ങളുടെ വലിയ ഒരു പ്രവാഹം നടക്കുക. നമ്മുടെ കേരളക്കരയിൽ എത്രയെത്ര യോഗങ്ങൾ, എത്രയെത്ര കൂട്ടങ്ങൾ, കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുക. അതാ യേശുവിൻ്റെ വാക്കിൻ്റെ വില. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ആ വാക്ക് വാഗ്ദത്തമായി മൂല്യവത്തായ ഒന്നായി ജീവിതത്തിൽ കൈക്കൊണ്ട ഒരാൾക്കും ജീവിതത്തിൽ തകരേണ്ടി വരില്ല. പ്രവർത്തിക്കുന്ന ഒരു യേശു ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഉണ്ട്. ആമേൻ. സ്തോത്രം. അപ്പോഴേ നമുക്ക് വചനത്തിലൂടെ പോകണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ആളുകൾ ഞങ്ങളെപ്പറ്റി പറഞ്ഞു പരത്തിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ, നമ്മൾ ഈ പാൽപ്പൊടിയും വൈറ്റമിൻ ഗുളികയും ഒക്കെ കൊടുത്ത ആളുകളെ പണ്ട് മതം മാറ്റി.
എന്തൊക്കെയാണ് അവിടുത്തെ? പാൽപ്പൊടി, പിന്നെ നിങ്ങൾക്കറിയാം ഗോതമ്പ് ഒക്കെ കൊടുത്തപ്പോൾ. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് എനിക്ക് പറയാം, ഞാൻ അങ്ങനെയുള്ള സൗകര്യം കൊണ്ട് പറയും, നിങ്ങൾക്ക് തന്നെ നാണക്കേട് വരുത്തരുത്. എന്താണെന്നറിയണ്ടേ? നമ്മൾ പറയാറുണ്ടല്ലോ, ഇന്ത്യ മഹത്തരമായൊരു രാജ്യമാണ്, അതിന് ആയിരക്കണക്കിന് നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുണ്ട്, അതിന് അതിൻ്റെ പൈതൃകവും ചരിത്രവുമുണ്ട്. ഈ പൈതൃകം, ഈ ചരിത്രം, ഈ പാരമ്പര്യമെല്ലാം പാൽപ്പൊടിയിൽ ഒലിച്ചു പോയി എന്ന് പറഞ്ഞാൽ നാണം കെട്ട കാര്യമാണ്. പറയില്ലേ? മനസ്സിലായില്ലേ? ഇതെല്ലാം അവിടെ ഒലിച്ചു പോകാൻ പാകത്തിന് സായിപ്പ് ഈ പാൽപ്പൊടി വിതറിയപ്പോൾ പോകുന്ന സാധനം ഇതെങ്കിൽ അത് പോട്ടെന്നേ. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ആ, ഒരു വൈറ്റമിൻ ഗുളിക കഴിച്ചപ്പോൾ പോകുന്ന സാധനം ഇതെങ്കിൽ അത് പോട്ടെന്നേ. അങ്ങനെ പോകുന്ന ഈ ക്രിസ്ത്യാനിറ്റി എങ്കിൽ അതും പോകണം. അങ്ങനെ ഗമാലിയൽ പറഞ്ഞല്ലേ, അങ്ങനല്ലേ? അത് പോകണം. എന്നത്തൊരു തെറ്റിദ്ധാരണ ഞാനൊന്ന് മാറ്റിയിട്ട് വരാം. എന്നിട്ടാ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ സുവിശേഷം പ്രസംഗിക്കാൻ പരസ്യത്തിനൊക്കെ നിൽക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ വന്നിട്ട് പറയും, ഇത് വൈദേശികമാണ്, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് ബൈബിള്, ഇത്യാദി കുറേ കഥകൾ പറയുമ്പോൾ നമ്മൾ തന്നെ നേരാണെന്നോർത്ത് ഏതാണ്ട് തെറ്റ് ചെയ്തവരെ പോലെ തല ഉനിച്ച് പോരുന്നുണ്ട്. അലമ്പുണ്ടാക്കാൻ അവിടെ നിൽക്കണമെന്നൊന്നുമില്ല, ഒരു പരിജ്ഞാനം പോലെ പോകണം. അല്ല അവർ ജയിലിൽ പോകുന്നുള്ള കാരുണ്യം കൊണ്ട്. അതാ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, അവരൊന്നും ജയിലിൽ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഒരിക്കൽ ഒരുത്തൻ വന്ന്, ഈ തേറെന്ന് പറഞ്ഞൊരു കത്തിയുണ്ടല്ലോ ചെത്തുന്ന, ഈ സാധനം കൊണ്ട് വന്നൊരു ഒറ്റ വെട്ടല്ലേ, വെട്ട് വന്ന് കൊണ്ടത് ഈ സ്റ്റാൻഡിനിട്ടാണ്. ഞാൻ ഈ മൈക്ക് സ്റ്റാൻഡൊക്കെ വെച്ച് പ്രസംഗിക്കുന്ന ഒത്തിരി കണക്കുണ്ട്, പല കാര്യങ്ങളാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കേ, നമ്മുടെ വചനം പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ അപ്പോസ്തലൻ പറയുമല്ലോ വെളിപ്പാടിലുമൊക്കെ. സകല റൈറ്റ് റവറൻഡുമാരും അട്ടർമോസ്റ്റ് റവറൻഡുമാരും ഇറങ്ങി ഓടുന്നു. പാട്ടുപാടാൻ വന്നൊരു പെങ്കൊച്ചു മാത്രം സ്റ്റേജിലിരിപ്പുണ്ട്. എന്തോ അവളങ്ങിരുന്നു. നയമാൻ്റെ വീട്ടിലെ ആ ഇത്രയും വലിയ കാര്യം ചെയ്ത പെണ്ണിൻ്റെ പേര് ബൈബിളിൽ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാനവിടെ പേരും പറഞ്ഞേക്കാം. കറുകച്ചാളുള്ളൊരു സുലേഖ എന്ന് പറഞ്ഞൊരു പാവം കൊച്ച, അവളവിടെ ഇരുന്നു. അവൾ വചനമൊക്കെ വായിച്ചു തന്നു, അവൾ പോയില്ല. ഞാനവിടെ വന്നു, ആളുകൾ വന്ന് അയാളെ പിടിച്ചു മാറ്റിക്കൊണ്ടൊക്കെ പോയി. ഞാൻ ബാക്കി പ്രസംഗിച്ചു. പിന്നെയും വചനം വരുമ്പം ഓടിയ റവറൻഡന്മാരെല്ലാം ഈ നനഞ്ഞ കോഴി തിരിച്ചു വന്ന് കയറുന്ന പോലെ പതുക്കെ വന്നിട്ട് പിന്നെ ഭയങ്കര ആരാധനയായിരുന്നു. ആരെയും കുഴപ്പമില്ലെന്ന് വചനമുണ്ട്. അന്ന് അവർ പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുമെന്ന്. ഞാൻ പറയും, ഞാനല്ല, എല്ലാം മത്തായി പാസ്റ്റാ, പുള്ളി വിളിച്ചിന് ഞാൻ വന്നതാണ്, അങ്ങോട്ട് ചോദിച്ചോളാൻ പറയും. ആൾ പോലീസാണെങ്കിലും ഇപ്പോൾ അതൊന്നും പറ്റിയല്ല, അതുകൊണ്ട് പറയും. അങ്ങേര് വന്നപ്പോൾ ഞാനൊരു അവസരം കൊടുത്ത പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മുടെയൊക്കെ കാര്യം എന്താ വെച്ചാൽ പ്രാർത്ഥിച്ച് ജയിച്ചോണം, ഇപ്പോഴും അതൊന്നും സംഭവിക്കാതിരിക്കാൻ. പരിശോധനയുടെ കാഠിന്യത്തിൽ അന്ന് പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ. അതാ അപ്പം നമുക്ക് അതൊന്ന് ഗ്രഹിച്ചിട്ട് വേണം ഇതിലേക്ക് വരാൻ. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്ന അവിടെയൊക്കെ കേൾക്കുന്നുണ്ടോ? നല്ല ഉച്ചഭാഷണിയാണ്, നന്നായിരിക്കുന്നു വർക്കൊക്കെ. ഞങ്ങൾ ഈ ചെല്ലുന്ന മിക്കവാറും ഈ മൈക്കാരുമായിട്ടങ്ങ് പ്രശ്നമാണ്. അതുകൊണ്ട് പറയാറുണ്ട്, പാട്ടുകാരോട് തന്നെ കൊണ്ടുവരാനാണ് പറയുന്നത്. ഞങ്ങൾ ഇവരുമായിട്ടുള്ളൊരു ടോണുണ്ട്, അതിലങ്ങ് പൊക്കോളൂ. നാട്ടിൽ നിങ്ങൾ ഇവിടെ ഒരു തങ്കപ്പനുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നാൽ സംഗതിയൊക്കെ ശരിയായിരിക്കും. മിക്കവാറും ഈ സാധനങ്ങൾ കാണാനൊക്കെ കൊള്ളാമെങ്കിലും ഇതിനകത്തിരിക്കുന്നവൻ വാസ്കോഡിഗാമ വന്ന വർഷം പുള്ളി കൊണ്ടുവന്നായിരിക്കും ഇതിനകത്തിരിക്കുന്നത്. ഈ അകത്തിരിക്കുന്ന സംഭവം വാസ്കോഡിഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയ കാലത്തെ സാധനമായിരിക്കും. പെട്ടി കറക്റ്റ് ആയിരിക്കാൻ അകത്തിരുന്ന് പിന്നെ അതൊക്കെ നോക്കി സംസാരിക്കുന്നു. സ്തോത്രമുണ്ട്, കേൾക്കുന്നുണ്ടല്ലേ? സ്തോത്രം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ വന്ന് നമ്മുടെ യോഗ ഉഴപ്പുമ്പോൾ അവർക്കറിയാത്തൊരു ചരിത്രമുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ പണ്ട് 600-700ഓളം നാട്ടുരാജ്യങ്ങളായിരുന്നു. നാട്ടുരാജ്യങ്ങൾ. ഈ നാട്ടുരാജ്യം ഭരിക്കുന്ന ആളിനെ നാടുവാഴി എന്ന് പറയും. ഈ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, ചങ്ങനാശ്ശേരി, അതുപോലെ തന്നെ ഈ തിരുവിതാംകൂറൊക്കെ അത് വലിയ രാജ്യങ്ങളാണ്. കൊച്ചിയൊക്കെ വലിയ രാജ്യങ്ങളാണ്. ചങ്ങനാശ്ശേരി രാജ്യമായിരുന്നു. എന്തിനാ എഴുമറ്റൂർ, ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കുറച്ചാൾ. അതെല്ലാം രാജ്യങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ ഈ സെൻറ്റർ എന്ന് പറഞ്ഞല്ലോ, പണ്ട് രാജ്യം. സെൻറ്റർ ഭാഷമാരൊരു വിഷയമൊന്നും ഉണ്ടാക്കല്ല.
ഇപ്പം തന്നെ എനിക്ക് ആവശ്യത്തിന് പ്രശ്നമാണ് കൂടെ. അപ്പോൾ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് ഇങ്ങനെ ഭിന്നിച്ച് കിടക്കുകയാണ്. അപ്പോൾ 600-700ഓളം നാട്ടുരാജ്യമാണ്. ഈ ഇത്രയും നാട്ടുരാജ്യങ്ങളിൽ പേരുകൊണ്ടെങ്കിലും ഒരു ക്രിസ്ത്യാനി ഭരിച്ചത് ഒരൊറ്റയിടത്തേ ഉള്ളൂ. ഒറ്റയിടത്ത് ഇവിടെ കൊല്ലം ജില്ലയുടെ ഭാഗത്ത് ആലപ്പുഴയെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അഞ്ചുതെങ്ങെന്നൊരു സ്ഥലമുണ്ട്. അവിടെ മണിഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു നാട്ട് രാജ്യം വില്ലാർവട്ടത്ത് തോമാരാജാവ് എന്ന് പറഞ്ഞൊരുത്തൻ ഭരിച്ചു. എങ്ങനെയാ രാജാവിൻ്റെ പേര്? വില്ലാർവട്ടം. അത് രാജകുടുംബമാണ്. ഇയാളൊഴികെ കഷായം വെക്കാൻ പോലും ഒരു ക്രിസ്ത്യാനി ഇന്ത്യയിൽ എവിടെയും ഭരിച്ചിട്ടില്ല. വിഷമായോ? ബാക്കി കേൾക്ക്. എങ്ങനെയിരിക്കുമ്പോഴുണ്ട് സിറാജുദ്ദൗളയെ തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു വരവ് ഇവിടേക്ക് വടക്കിൻ്റെ മുഴം പിടിച്ചു. നമ്മൾ കുറേയൊക്കെ ചെറുത്തു കേട്ടോ, കുറേയൊക്കെ ചെറുത്തു. ആ വരവിൽ ഈ ബ്രിട്ടീഷുകാർ പതുക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ നാട്ടുരാജാക്കന്മാർ തമ്മിലടിയാണ്. അടി മൂക്കുമ്പോൾ നാട്ടുരാജാക്കന്മാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പട്ടാളമുണ്ട്. ആ പട്ടാളത്തിന് കപ്പം കൊടുത്താൽ ഇത്ര വർഷത്തേക്ക് നികുതി തരാം എന്ന വ്യവസ്ഥയിൽ മറ്റവനെ അടിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇറക്കും. ഇവരും പരിഷ്കൃത ഗുണ്ടാപ്പണി. ബ്രിട്ടീഷുകാർ പറയും ഞങ്ങൾ വരാം, ഞങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടോണമെൻ്റൊക്കെ വേണം, കൃഷി ചെയ്യാൻ കുറേ സ്ഥലം വേണം, നമ്മളാ പിടിച്ചെടുക്കുന്നതിൻ്റെ കുറേ പാതി ഞങ്ങൾക്ക് വേണം, അവനും നല്ല ഒരുത്തനും നിങ്ങളെ തൊടത്തില്ല. നമ്മുടെ നാട്ടുരാജാവ് കരാറിൽ ഒപ്പുവെക്കും. അപ്പോൾ ഇവരിങ്ങോട്ട് കയറും. ഇങ്ങോട്ട് കയറുമ്പോൾ മറ്റേ ആൾ നിന്ന് ചെറുക്കും, പറ്റുന്ന പോലൊക്കെ ചെറുക്കും. അത് ആയുധം കൊണ്ടൊന്നുമല്ല, ആഭിയാരം വരെ ചെയ്ത് കളയും ജയിക്കാൻ. മനസ്സിലായില്ലേ? മന്ത്രം തന്ത്രം ഗൂഢപ്രവൃത്തികളെല്ലാം കൂടെ ചെയ്ത് ഒരു ഭാഗത്ത് അത് നടക്കും, മറുഭാഗത്ത് തിരിച്ചടിക്കാൻ ചങ്കുറപ്പോടെ ചിലർ വരും. അടിയെന്ന് പറഞ്ഞാൽ മോശമല്ല, ആയോധന കലയാണ്. ആയോധന കല എന്ന് പറഞ്ഞാൽ ഒക്കെ ചിലത് പറഞ്ഞു തരാൻ എനിക്ക് ചെയ്യാനുള്ള ശേഷിയില്ല. എതിരാളി വരും മുമ്പ് വണങ്ങും, അതിനു മുമ്പ് ഭൂമിയെ നമസ്കരിക്കും, നമ്മുടെ സൂര്യനെ നമസ്കരിക്കും, മാതാപിതാക്കളെ, ഗുരുവിനെ, ദൈവത്തെ എല്ലാം ഓർത്തിട്ട് എതിരാളിയെ കൂടെ നമസ്കരിച്ചിട്ടാണ് നമ്മുടെ പഴയ അടി. അത് നല്ലൊരു കാര്യമാണ്. എന്നെക്കൊണ്ട് വിശേഷം സുഖമായിരിക്കുന്നോ എന്ന് വെച്ച് കൈ കൂപ്പിയിട്ടൊരടി നമുക്ക് ആർക്കും പറ്റത്തില്ല. മാത്രമല്ല അടിക്ക് ചില നിയമങ്ങളുണ്ടായിരുന്നു. എതിരാളിയെ വിറപ്പിക്കാൻ വ്യാക്രം അലറുന്ന പോലെ നലറും എന്ന് വെച്ചാൽ കടുവ അലറുന്ന പോലെ നലറും. ഇപ്പോൾ കടുവ എന്നും പറയാൻ പറ്റില്ല, കടുവ സാറെന്ന് പറയണം, അല്ലെ കേസെടുക്കും മന്ത്രി. കടുവയുടെയൊക്കെ പ്രോട്ടോക്കോൾ പോയ പോക്ക്. അപ്പോൾ വ്യാക്രം ഗർജിക്കുന്ന പോലെ ശീക്രത്തിൽ ഗർജിച്ചിട്ട് ഇയാൾ ഗജവടിവിൽ നിവർന്ന്, എന്നുവെച്ചാൽ ആന നിവരുന്ന പോലെ നിവർന്ന് സിംഹത്തഞ്ചം പിടിച്ച് ചാടി എതിരാളിയുടെ മേതെ വീണാക്രമിക്കണം. അതും രാഹുകാലവും ഗുളികോതയൊക്കെ നോക്കിയിട്ട് വേണം, അത് വേറെ കാര്യം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു, നമ്മൾ പരിപാടി തുടങ്ങി. ഒരുത്തം 10-16 പേരെ അടിക്കും, ഉറപ്പാണ്, അത്ര ശേഷിയുള്ളവരാ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അപ്പുറത്തുനിന്ന് ആയുധം കൊണ്ട് ഇങ്ങോട്ട് വരുന്നു, നമ്മുടെ ആൾക്കാർ അങ്ങോട്ട് തിരിച്ച് പിരിക്കാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ആ ആയോധന കലയുടെ മുഴുവൻ അടവും പുറത്തിറക്കി അങ്ങോട്ട് ചാടിച്ചെന്ന് മുമ്പേ പറഞ്ഞ പോലെ രാഹുകാലമൊക്കെ നോക്കിയിട്ടാണ് ഗജവടിവിൽ നിവർന്നോ, സിംഹത്തഞ്ചം പിടിച്ചു, വ്യാക്രശീക്രം അങ്ങോട്ട് ഓടിച്ചെല്ലുകയും. ജീവിതത്തിൽ ഇതൊന്നും അറിയാത്ത സായിപ്പ് തോക്കെടുത്ത് കാച്ചി. അയാൾക്ക് രാഹുകാലം അറിയത്തില്ല, സിംഹത്തഞ്ചം ഇന്നു വരെ സാഹിബിനറിയത്തില്ല. ഗജവടിവിൽ നിവരാൻ പുള്ളിക്ക് എത്ര യോഗ പഠിച്ചിട്ടും അറിയില്ല. പക്ഷെ തോക്കെടുത്ത് കാച്ചിയപ്പോൾ ഇന്ത്യ മുഴുവൻ അവൻ്റെ കയ്യിലിരുന്നു. ആരാ കുഞ്ഞ ഇന്ത്യ കൊടുത്തു? നമ്മളാരാണ്ടാണോ? മനസ്സിലായില്ലേ? മൊത്തവും ചില്ലറയുമായി ഇന്ത്യയെ തൂക്കി വിറ്റത് ഈ നാട്ടുരാജാക്കന്മാരല്ലേ. പിന്നെ ആരാ കൊടുത്തേ? അപ്പോൾ ബൈബിള് കൊണ്ടുവന്നേരാ, അത് ബ്രിട്ടീഷുകാരല്ലെന്ന്.
നിങ്ങൾക്കറിയാം, ഇന്ത്യയിലേക്ക് ബൈബിള് കൊണ്ടുവരാൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് യാത്ര തിരിച്ച വില്യം കേരി എന്ന മഹാരഥനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിസ കൊടുത്തില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സുവിശേഷത്തിന് എതിരായിരുന്നു. സുവിശേഷം ഒരു സ്ഥലത്ത് പറഞ്ഞാൽ, പഠിപ്പിച്ചാൽ ബൈബിള് വായിക്കാൻ പഠിപ്പിക്കണം. അതിൻ്റെ പേരിൽ കലാലയങ്ങൾ തുടങ്ങണം, സ്ഥാപനങ്ങൾ തുടങ്ങണം, ആളുകൾ വിദ്യാസമ്പന്നരായി മാറും. അതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊള്ള നടക്കാതെ വരും. ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമല്ല കട്ടത് കേട്ടോ, ഈ രാജാക്കന്മാരും കൊള്ളയായിരുന്നു. 108 വീത കരമാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ പിരിച്ച നമ്മളോട്. 108 വീത കരം. അല്ല, ഇവിടെ മര്യാദയ്ക്കൊന്നുമല്ല ഈ കക്ഷികൾ ഭരിച്ചത്. ഇരുകൂട്ടരും കൊള്ളയടിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ രാജ്യം ഈ വിധത്തിൽ ചില്ലറയായും മൊത്തമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന വില്യം കേരി എന്നിട്ടും കപ്പൽ കയറി വരിക, വിസ ഇല്ലാതെ വരിക. 3 മാസം കഴിഞ്ഞപ്പോൾ അറിഞ്ഞു വിസ ഇല്ലാതെ ഒരാൾ കപ്പലിലുണ്ട്, സുവിശേഷകനും മകനും. മകൻ 7 വയസ്സാ പ്രായം. 7 വയസ്സുള്ള കുഞ്ഞിനെ എവിടെ പഠിപ്പിക്കൂ, എങ്ങനെ പോകും? ഭാര്യയും 3 കുട്ടികളും വീട്ടിൽ, 2 കുട്ടികളും വീട്ടിൽ, 1 കുട്ടിയെ പൂർണ്ണ ഗർഭവതിയ. അവരെയും കളഞ്ഞിട്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ സുവിശേഷം അറിയിക്കാൻ കയ്യിൽ കാര്യമായ പണമില്ലാതെ വാഗ്ദത്തം മാത്രം വിശ്വാസമാക്കിക്കൊണ്ട് ഇതുവഴി വരിക. പെട്ടെന്ന് ഇൻ്റലിജൻസ് അറിഞ്ഞു ഒരാളിങ്ങനുണ്ട്. കപ്പിത്താൻ വന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ കേരി, അപകട, എന്നെ പിടിച്ച് ജയിലിലിടും. അതുകൊണ്ട് എന്തു വേണം? ഈ സമയത്തെ രക്ഷയില്ലാതെ കപ്പൽ 3 മാസം കടലിൽ അലഞ്ഞിട്ട് അടുത്ത കരയിലടുപ്പിച്ച് വില്യം കേറിയും മകനെ അവിടെ ഇറക്കി. ഇതാ ബ്രിട്ടീഷുകാരെ ചെയ്തേ. പിന്നെ എങ്ങനെയാണ് സുവിശേഷകർ ഇന്ത്യയെന്ന് പറയണ്ടേ? ഡച്ച് കോളനി ഇന്ത്യയിലുണ്ടായിരുന്നു. ഡച്ചുകാരുടെ ആധിപത്യത്തിൽ കിടന്ന് ഡച്ചുകാർ വിസ കൊടുത്തു. ആ വിസയിൽ വന്നാണ് വില്യം കേറി ഇന്ത്യയിൽ സുവിശേഷം അറിയിച്ചേ. ഇംഗ്ലണ്ടുകാരനായിരുന്നിട്ടും വില്യം കേരി നേരെ ഫോർട്ട് വില്യംസ് കോളേജ് എന്ന് പറഞ്ഞ് കൽക്കട്ടയിൽ ഒരു കോളേജ് ഉണ്ടായിരുന്നു. ആ കൽക്കട്ടയിലെ കോളേജിലെ ചാപ്പലിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ചാപ്ലൈനെ കണ്ട് ഞാൻ സുവിശേഷകനാണെന്ന് അറിയിക്കാൻ എന്തെങ്കിലും ഒരു സഹായം കിട്ടും, പണമല്ല. അങ്ങോട്ട് ചെന്ന് കഥകിന് മുട്ടി. ചാപ്ലൈൻ കഥ തുറന്നു. ആരാ? ഞാൻ വില്യം കേറി ഫ്രം ഇംഗ്ലണ്ട്. എന്തിനു വന്നാ? സുവിശേഷം അറിയിക്കാൻ. കഥകം അടച്ചു. വിട്ടാട്ടെ, ഇവിടെ ഒന്നും വേണ്ട, ഞങ്ങളെ കച്ചവടത്തിന് വന്നു, അതിനകത്തൊന്നും വേണ്ട. അല്ല, അതൊരു മര്യാദയാണ്. കാരണം കച്ചവടത്തിനൊന്നും കച്ചവടം എന്ന് പറഞ്ഞങ്ങ് ചെയ്തല്ലോ, അല്ല പുസ്തകം കൊണ്ടത് ചെയ്തില്ലല്ലോ, അതൊരു നല്ല കാര്യം അല്ലേ? വില്യം കേറി വിട്ടില്ല. ആക്ഷേപങ്ങൾ, ഒറ്റപ്പെടലുകൾ, പിന്നെ ഭാര്യയൊക്കെ കൂടെ വരുന്നുണ്ട് കേട്ടോ. 2ാം ഘട്ടം തിരിച്ചു വരുമ്പം ജീവിത പ്രതിസന്ധികൾ, ഭ്രാന്ത് പിടിച്ച ഭാര്യ, മലേറിയ വന്ന് മരിച്ച മകൻ, അടക്കാനിടമില്ലാതെ കുഴിക്കുന്നിടത്തൊക്കെ വെള്ളക്കെട്ട്, അതിനകത്ത് തുണിക്കെട്ടിൽ പൊതിഞ്ഞ് സ്വന്തം മകൻ്റെ ശവശരീരം ചവിട്ടിത്താഴ്ത്തി മണ്ടയിൽ മണ്ണിട്ട് പോരുമ്പോഴും ആ മനുഷ്യനൊരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ വീണ് മരിക്കേണ്ടി വന്നാലും നിശ്ചയദാർഢ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല. ഈ ഉറപ്പ്, ആ വാഗ്ദത്തത്തിൻ്റെ ഉറപ്പ്, അതാ സുവിശേഷം തരുന്ന ഉറപ്പ്. പരിണിത ഫലമായിട്ടേ 26 ഇന്ത്യൻ ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തിട്ട ആ മഹാശയൻ തൻ്റെ പ്രാണനെ വിട്ടത്. അദ്ദേഹം ഇന്ത്യയിൽ ആദ്യം ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച് ഇന്ത്യക്കാരൻ BA എന്നും MA എന്നും ഒക്കെയുള്ള ഡിഗ്രി കണ്ടതേ എന്നെപ്പോലെയുള്ള ഈ ദേവദാസന്മാരെ പോലുള്ള സുവിശേഷകന്റെ ബൈബിൾ സ്കൂളിൽ നിന്ന ഇന്ത്യക്കാരൻ ആദ്യം ഈ ബിരുദങ്ങൾ കണ്ടത്. ഇന്നും ഇന്ത്യയിലെ 80% ആതുരാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെന്റിനുള്ളതിനേക്കാൾ അധികം നിയന്ത്രിക്കുന്നത് യേശുവിൻ്റെ അനുഗാമികളുടെ നേതൃത്വത്തിലാണ്. ഇന്ത്യയിലെ 80 ഭാഷകൾക്ക് വ്യാകരണം, 125 ഭാഷകൾക്ക് നിഘണ്ടു നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ ഉന്നതമായ നിലയിലേക്ക് പരിഷ്കരിച്ച് ആധുനികതയുടെ വെളിച്ചം വീശാൻ, ഈ രാജ്യത്തെ മാറ്റിമറിക്കാൻ ദൈവം ഉപയോഗിച്ച മഹത്തര സന്ദേശമാണ് സുവിശേഷം. ആ സുവിശേഷത്തെയും അതിൽ വിരാജിക്കുന്ന നസ്രയനായ യേശുവിനെയും ഈ ദേശനിവാസികളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ സുവിശേഷത്തിന്റെ ഉള്ളടക്കം ഞങ്ങൾ ഇങ്ങനെ അഭിമാനപുരസരം പ്രസംഗിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സകല നാമത്തിനും മേലായ നാമം ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമം.
ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ ഈ സ്നാനപ്പെടുത്തിയും സുവിശേഷം പറഞ്ഞും ആർക്കും ഇത് ചെയ്തിട്ട് പണം കൊടുത്തല്ല മാറ്റുന്നത്. നിങ്ങൾക്കറിയാത്തൊരു രഹസ്യം പറയാം. ഞങ്ങൾ ഈ സ്നാനപ്പെടുത്തി കഴിഞ്ഞ് ഒരല്പം പണം ഞങ്ങൾക്ക് കിട്ടും. അമേരിക്കയിൽ നിന്നുമല്ല, ആ മുങ്ങിപ്പൊങ്ങിയവൻ വണ്ടിക്കൂലി തരുന്ന അങ്ങനല്ലേ? അതൊക്കെ മേടിച്ചിട്ട് മിണ്ടായിരിക്കുന്നുണ്ടോ? ഞാൻ ആ രഹസ്യം ഇവിടെ പറഞ്ഞു എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചാന്നുള്ള കാര്യം ഒന്ന് അഴിക്കാനാണ് മിണ്ടായിരിക്കുക. പോട്ടെ സാറേ. എൻ്റെ അർത്ഥം എന്താണെന്നറിയണ്ടേ? ആർക്കും പണം കൊടുത്തല്ല. സ്തോത്രം. ഞങ്ങൾ ഈ പണം വാങ്ങാനും അല്ല ഇത് പ്രസംഗിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഞാനത് ഈ അടുത്ത കാലത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പാട്ടുകാരോടും പ്രസംഗരോടും ഒക്കെ പറയുന്ന ഒരു പതിവ് കാര്യം, ഇത് ഒരിക്കലും ബിസിനസ്സല്ല, ആക്കരുത്. അങ്ങനെ ആക്കുന്നവനെ ദൈവം ശിക്ഷിക്കാതെ വിടില്ല. നിങ്ങളൊരു നല്ല പാട്ടുകാരനാകാം, പ്രസംഗനാകാം, ടാലൻറ്റഡായ ഒരു ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യുന്ന ആളാകാം. നിങ്ങൾക്കതിനൊരു റേറ്റും പറയാം, നിങ്ങൾക്കതിനൊരു കോൾ ഷീറ്റ് പറയാം, ഒരു കുഴപ്പമില്ല. അത് വാങ്ങുകയും ചെയ്യണം. പക്ഷെ അത് മിനിസ്ട്രിയാന്ന് പറയില്ല. മനസ്സിലായില്ല. ഞാനിങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ വണ്ടി ഓടിച്ചു വന്നു, ഇത്ര ദൂരം വന്നു, ഇതൊക്കെ എൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ഇതിന് ശേഷം ഞാനൊരു കോൾ ഷീറ്റ് ആവശ്യപ്പെട്ടിട്ട് കരഞ്ഞ് സാക്ഷി പറഞ്ഞതിൽ അർത്ഥമില്ല. ദൈവം തന്നാന്ന് മനസ്സിലാകുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ചർച്ചകളുടെ ഒരു കാലമാണെന്നേ, അങ്ങനത്തെ ഒരു ചിന്തയുടെ കാലമാണ്. ആദ്യം മനസ്സിലാക്കുക, എൻ്റെ അനുഗ്രഹം നിങ്ങളിലൂടെ അല്ലെന്ന്. എനിക്ക് ദൈവം വഴിയിൽ വെച്ചിട്ടുണ്ട് അനുഗ്രഹം. ഈ പോകുന്ന വഴിക്ക് സകലയിടത്തും നിഷേധിക്കുമ്പോഴും പോകുന്നിടത്ത് എൻ്റെ അനുഗ്രഹം കിടപ്പുണ്ട്, എവിടേക്കോ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ലോകത്ത് സകല മനുഷ്യരും നമ്മുടെ വഴികൾ അടച്ചാലും നമുക്കൊരു വഴി മുകളിലുണ്ട്. അങ്ങനെ ചെയ്യേണ്ട മിനിസ്ട്രിയാ സുവിശേഷവേലയോട് ബന്ധപ്പെട്ട പ്രസംഗം, സുവിശേഷവേലയോട് ബന്ധപ്പെട്ട പാട്ട്. കുറേയൊക്കെ അതിൽ നിരാശയും കഷ്ടപ്പാടൊക്കെ വരുമ്പോഴും ഒരു ഘട്ടം കഴിയുമ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നൊരു രീതി ഉണ്ടെന്നേ, അതിലാശ്രയിക്കണം. സന്തോഷമല്ലേ? നമുക്ക് മുമ്പോട്ട് പോകണം. യേശുക്രിസ്തു പറഞ്ഞു ശിഷ്യരാക്കണം. അപ്പം ശിഷ്യരാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ലോകത്തോട് സുവിശേഷം പ്രസംഗിച്ചത്. ഞാനിത് പറയുമ്പോൾ ഞാനൊരു ബൈബിൾ സംഭവത്തിലൂടെ വന്ന് ഇതൊന്ന് വിശദീകരിക്കാം. ചില പോയിന്റുകളുണ്ട്. ഞാനൊരു 4 ഗുരുക്കന്മാരെയും അവരുടെ അന്ത്യനിമിഷങ്ങളും ഒന്ന് വിശദീകരിക്കാനാണ് ഈ വചനം വായിച്ചത്. 2 ഗുരുക്കന്മാർ പഴയ നിയമത്തിലാണ്, 2 പേര് പുതിയ നിയമത്തിലാണ്. നിങ്ങൾക്കറിയാവുന്ന ആളുകളാണ്. ഒരാൾ നമ്മുടെ മോശയാണ്. വാത്സല്യ ശിഷ്യൻ്റെ പേര് യോശുവ എന്നാണ്. രണ്ടാമതൊരാൾ ഒരു നല്ല ഗുരുവിൻ്റെ പേര് ഏലിയാവെന്നാണ്. ശിഷ്യൻ്റെ പേര് ഏലീശ. മൂന്നാമത്തെ ആൾ നമ്മുടെ യോഹന്നാനാണ്, സ്നാപകൻ. ശിഷ്യൻ്റെ പേര് അന്ത്രയോസ് എന്നാണ്. ശിഷ്യന്മാരുണ്ട്, അത് ഞാൻ ഒരാളെ എടുക്കുന്നുള്ളൂ തൽക്കാലം. ഇനി 4മതൊരാൾ നമ്മുടെ കർത്താവായ യേശുവാണ്. ശിഷ്യന്മാരേറെ ഉണ്ട്, പക്ഷെ പ്രധാന ശിഷ്യൻ്റെ പേര് പത്രോസ് എന്നാണ്. ഞാൻ ഈ 4 സംഭവങ്ങളിലൂടെയാണ് ഫലം കായ്ക്കുക എന്നൊരു വചനത്തെ ചേർത്തുദ്ധരിക്കാൻ ഇന്ന് താല്പര്യമെടുക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? സ്തോത്രം. എൻ്റെ ഒരു ശൈലി, ഞാൻ ആരെക്കൊണ്ടും ഈ സ്തോത്രം ഹല്ലേലൂയ അങ്ങനെ പറയിപ്പിക്കുകയില്ല. എൻ്റെ കാരണം വേറൊന്നുമല്ല, വാക്ക് അളന്നു തൂക്കി കുറിച്ച് പറയാനുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രവും വില മനസ്സിലാക്കി പറയാനുള്ളതാണ്. സന്തോഷമല്ലേ? സ്തോത്രം. ഞാനൊരു 2 മാസം മുമ്പ് തൃശ്ശൂരിൽ തന്നെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇവർ ഈ കുട്ടികൾ പറയുന്നതിനനുസരിച്ച് എനിക്ക് ചാടാനൊന്നുമുള്ളൊരു ആരോഗ്യമില്ല. പണ്ടാണെ അങ്ങനെയൊക്കെ ചാടുമായിരുന്നു. ഒരു ലീഡ് ചെയ്യുന്ന സഹോദരൻ ഇങ്ങനെ വെക്കെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു തവണയൊക്കെ ഇങ്ങനെ വെച്ചു. പാടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആരാധനയിലെ ആ ഡ്രില്ലാണ്.
മുമ്പേ ലീഡ് ചെയ്ത് വികാസം പറഞ്ഞു. അദ്ദേഹം വന്ന പശ്ചാത്തലമൊക്കെ ആൾക്കാരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോഴേ ഇങ്ങനെ ഡ്രില്ല് പഠിപ്പിക്കുന്ന വിധത്തിൽ പരിപാടിയൊക്കെ കളഞ്ഞേച്ചാണ് നമ്മുടെ അധ്യക്ഷനൊക്കെ വന്നത് അല്ലേ. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോഴേ ഡ്രില്ലാണ്, സ്കൂളിലെ ഡ്രില്ല് പോലെ. ഇതെല്ലാം കളഞ്ഞേച്ചോ നമ്മോട് ഇപ്പോൾ പറയുകയാണ് നമുക്ക് കുമ്മി അടിക്കാം, കൈ അടിക്കാം, ചിരിക്കാം. അടുത്തിരിക്കുന്നതിന് നോക്കി ഒന്ന് ചിരിക്കാൻ. മനുഷ്യനായി പിറന്നവന് ചിരി വരാതെ ചിരിക്കുമോ? അതെങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. അത് നമ്മൾ ഈ ഫോട്ടോ എടുക്കാൻ നിന്നാൽ സ്റ്റുഡിയോയിൽ പോയാൽ വലിയ പാടാണ് അല്ലേ. ഈ ഗോഷ്ഠിയെല്ലാം ഇങ്ങനെ കാണിക്കാൻ പറയുക. ഇതൊന്നും അല്ലെന്ന് ആരാധന. ഞാൻ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ ഈ ചങ്ങാതി പറയുകയാണേ, സൈലൻ്റായിട്ടിരുന്നു. ഇപ്പോൾ സൈലൻ്റ് അറ്റാക്കിൻ്റെ സമയമാണ്. ഞാനിതെല്ലാം കഴിഞ്ഞ് വേറൊരിടത്ത് ചെല്ലുമ്പോഴും അവനവിടെ നിൽക്കുക. ഞാൻ കയറി വരുന്ന കണ്ടപ്പോൾ വീണ്ടും ഇത് പറയും. നോക്കണം, ഇവൻ്റെ ഇഷ്ടത്തിന് ഞാൻ വഴങ്ങി കൊടുക്കാഞ്ഞതിന് കിട്ടിയ ശിക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയും അന്യൻ്റെ ചെലവിൽ ദൈവത്തെ സ്തുതിക്കുന്ന പാണി ഒന്ന് നിർത്തിക്കേ. നമ്മളിത് നിർത്തിക്കഴിയുമ്പോഴേ വിടുതലാണ്. ഹല്ലേലൂയ. ഹൃദയത്തിനകത്തെ സന്തോഷം അത് തികയുമ്പോൾ ഞാൻ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് പാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ, രണ്ട് വചനത്തിൻ്റെ ജ്വലനം ഹൃദയത്തിലേക്ക് വരുമ്പോൾ, അപ്പോഴാണ് ചെയ്യേണ്ടത് അല്ലേ. അങ്ങനല്ലേ? അപ്പം നമുക്ക് എന്നാലും സ്തുതിക്കാം, ഹല്ലേലൂയ പറയാമെന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നൊരു കുറ്റമൊന്നുമല്ല. ബൈബിളിലും ഉണ്ടല്ലോ യഹോവയെ സ്തുതിപ്പീൻ. അപ്പോൾ നിങ്ങൾക്ക് ആരാധിക്കുന്നതിന് തടസ്സമില്ല. അത് ഞാനെന്ന് പറഞ്ഞിട്ടാകട്ടെ എന്ന് പറഞ്ഞിരിക്കല്ലേ. സ്തോത്രം. ആമേൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗുരുവിലേക്കൊന്ന് വരാം. മോശയാണ്. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശ. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനും തമ്മിൽ ചില ചേർച്ചകളുണ്ട്. അത് പറഞ്ഞു തുടങ്ങാം. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ ഒട്ടേറെ ജീവൽ പ്രതിസന്ധികളിൽ, രാഷ്ട്രീയ പ്രതിസന്ധികളിൽ ആൺകുട്ടികൾ ജനിച്ചുകൂടാ എന്ന നിയമം നിലനിൽക്കുന്ന കാലത്ത് നിയമത്തെ ലംഘിച്ച് മരണനിഴലിൻ്റെ കീഴിൽ അത്ഭുതകരമായി പിറവി കൊണ്ടവനാണ്. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ ഫറവോയുടെ തിട്ടൂരങ്ങൾക്ക് വിധേയപ്പെട്ട് ജനിക്കാൻ കഴിയാത്ത കാലത്ത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം 430 വർഷത്തെ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു. പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനെ വകവരുത്താൻ ഹെരോദാവും സമാനമായ നിയമമിട്ടുകൊണ്ട് മരണഭീതിക്ക് നടുവിൽ അത്ഭുതകരമായി പിറവി കൊണ്ട കന്യകാപുത്രന്റെ പേരാണ് യേശുക്രിസ്തു. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ തൻ്റെ ബാല്യകാലത്തിൽ അനുഭവിച്ച പീഡകൾക്ക് സമാനമായി, ആ കുടുംബം കടന്നുപോയ വ്യഥകൾക്ക് സമാനമായി പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനും ആ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ തൻ്റെ ശുശ്രൂഷയുടെ ആരംഭമായി പച്ചവെള്ളത്തെ അടിച്ച് രക്തമാക്കി. പുതുനിയമത്തിൻ്റെ മധ്യസ്ഥൻ പച്ചവെള്ളത്തെ ശ്രേഷ്ഠകരമായ വീഞ്ഞാക്കി. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ തനിക്ക് വേണ്ടി ഒരു കാന്തയെ തിരഞ്ഞെടുത്തത് ഒരു ജാതീയ സ്ത്രീയായിരുന്നു, കൂശ്യ സ്ത്രീയായിരുന്നു. പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനും ഒരു കാന്തയുണ്ട്. ആ കാന്ത സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കന്യകാരത്നമാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഒത്തിരി സമാനതകൾ. ഇവർ തമ്മിൽ 10,800 വർഷത്തെ അകലുണ്ട്. അപ്പോഴും ഈ ദൈവദാസൻ ഇങ്ങോട്ട് വരികാട്ടി ജനതയും കൊണ്ട് 600,000 വരുന്ന ജനതയെയും കൊണ്ട് വിടുതൽ പ്രാപിച്ച് വരിക വന്നു. ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നു. വാസ്തവത്തിൽ ഈ ചെങ്കടലല്ല ഇവർ കിടക്കുന്നത്. ചെങ്കടലിൻ്റെ ഒരു വാലാണ്, ഒരു ഭാഗം. ചെങ്കടൽ തന്നെ അതിൻ്റെ ഒരു അല്പഭാഗം അക്വാബ, ഉൾക്കടൽ എന്ന് പറയും. ചെങ്കടലിൽ അങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സൂയസ് കടലാണ്, മറ്റൊന്ന് അക്വാബയാണ്. നമ്മുടെ സൗദി അറേബ്യയിൽ നിന്ന് അക്കരെ നോക്കിയാൽ കാണാം ഈജിപ്തിൽ നോക്കിയാൽ സൗദി അറേബ്യയും കാണാം, മക്കയും മദീനയൊക്കെ കാണാം. അത്ര അടുത്താണ്. അവിടെയാണ് ക്രോസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്നു കൂടി, നമ്മൾ ഈ സൗദി അറേബ്യയിലൊക്കെ പോയിട്ട് ആളുകൾ ഇതിൻ്റെ ഇവിടമാണ് ഒരു ക്രോസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഇടും. യാതൊരു ഗുണമുള്ള കാര്യമല്ല. സലാലയിലെ ഒരു കല്ലറയിൽ മസ്കറ്റിൽ ചെന്നിട്ട് ഞങ്ങൾ ഇയ്യോബിൻ്റെ കല്ലറ കണ്ടു, അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ ഇട്ടു. ബൈബിളിലെ ഇയ്യോബ് ആ പഞ്ചായത്ത് വഴി പോലും പോയിട്ടില്ല.
മനസ്സിലായില്ല? അതിൻ്റെ ഒരു 100-200 കിലോമീറ്റർ റേഡിയസിൽ എടുത്താൽ ആ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഫ്രെയിം ചെയ്തെടുത്ത കഥകളാണ് നീ. ഒക്കെ ഞാൻ യൂട്യൂബിൽ പൊളിച്ചടുക്കി ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങ് വിട്ടേക്ക്. സ്തോത്രം. ഇവരിക്കരെ കടന്ന സ്ഥലം വേറെയാണ്. ഇനി അവരിലും കിടക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും വിശ്വസിക്കുന്നു, അവർ കടന്നു. ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഇവരിക്കരെ കിടക്കുന്ന സ്ഥലത്ത് 2 വലിയ മലകളുണ്ട്. ഈ മലയ്ക്കൊരു പ്രത്യേകത, കല്ലുകൾ പെട്ടെന്ന് ഇടിഞ്ഞ് താഴെ വീഴും. ഒരെണ്ണം എടുത്താൽ താഴെ വീഴും. സർക്കാർ ഫെൻസ് ചെയ്തേക്കുക. ഗൾഫിലൊക്കെ ഇപ്പോഴും അങ്ങനെ സ്ഥലങ്ങളുണ്ടല്ലോ. ഇങ്ങനെ പ്രത്യേക തരത്തിൽ വല കെട്ടി പുറത്തേക്ക് കല്ല് വീഴാതെ ഇങ്ങനെ കിടക്കുക. ഒരു കല്ലെടുത്താൽ മതി, മലയെല്ലാം കൂടെ നമ്മുടെ ദേഹത്തിരിക്കും. ഈ 2 മലയിടുക്കിലൂടെയാണ് ദൈവം അവരെ കൊണ്ടുവന്നത്. 600,000 വരുന്ന ജനത വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ ആർത്തിരമ്പുന്ന ചെങ്കടലിൻ്റെ ഓരത്ത് വന്ന് അക്കരെ കടക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നാലെ ഫറവോടെ സേന വരുന്നുണ്ട്. ഇരമ്പിപ്പാഞ്ഞ് വരിക. ഇവിടെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കാൻ 4 നൂറ്റാണ്ടുകൾ അടിമ വ്യാപാരം നടന്ന ഇടത്തു നിന്ന് രക്ഷ പ്രാപിച്ചു വരുന്ന ജനത്തെ, പെസഹാക്കുഞ്ഞാടിന്റെ രക്തമുഖാന്തിരം ജയിച്ചു വരുന്ന ജനത്തെ ആയുധം കൊണ്ട് നേരിടാൻ ഫറവോയുടെ ശക്തി പിന്നാലെ വരുമ്പോൾ ജയമെടുത്ത ദൈവമക്കളെയും കൊണ്ട്, രക്തത്താൽ ജയമെടുത്ത ദൈവമക്കളെയും കൊണ്ട് ഈ വരവെങ്കിലും ഭക്തനൊന്ന് പതറിപ്പോയി. ചിലപ്പോഴൊക്കെ മനുഷ്യരെന്ന നിലയിൽ നമ്മൾ പതറുമ്പോഴും ഓർക്കണം, കുഞ്ഞാടിന്റെ നിഷ്കളങ്ക രക്തം കൊണ്ടുള്ള വീണ്ടെടുപ്പിന്റെ ആ ചോരമായി ഒരു ശത്രുവിനും ഒരു ദുഷ്ടനും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരടയാളം അവരെന്റെ മീതെ ഇട്ടിരിക്കുന്നു. ഈ അടയാളമാണ് നമ്മളെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നതെങ്കിൽ ഈ ചെങ്കടലും നമ്മൾ കടക്കും. വിശ്വാസമുണ്ടോ? ആർത്തിരമ്പുന്ന ചെങ്കടൽ കണ്ടിട്ട് ഭക്തൻ പറയണം, ഇവിടെയും അക്കരെ കടക്കാൻ കഴിയുന്ന വലിയൊരു പദ്ധതി ഇട്ടിട്ടാണ് എൻ്റെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ, ഇരമ്പുന്ന കടലിൻ്റെ തിര കണ്ടിട്ട് തിരിച്ചോടുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു ബലം എൻ്റെ മീതെ വ്യാപരിക്കുന്നു, ഒരു കൃപ എൻ്റെ മീതെ വ്യാപരിക്കുന്നു. ഇതിനു മുമ്പോ പിമ്പോ ആരും ചെയ്യാത്ത വിധത്തിൽ ഒരു നൂതന വഴി എനിക്ക് വേണ്ടി എൻ്റെ ദൈവം സൃഷ്ടിച്ചിട്ടാ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ഏത് പ്രതിസന്ധിയുടെ മുനമ്പത്ത് നിൽക്കുമ്പോഴും ഭക്തന്റെ അന്തരാത്മാവിൽ ജ്വലിക്കണം, കരുതുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം, സംസാരിക്കുന്ന ദൈവം, വാഗ്ദത്തം ചെയ്യുന്ന ദൈവം, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ ഭക്തനെ തൻ്റെ അരികിൽ ചേർക്കുന്ന ദൈവം, കൂടെ ചേർത്ത് കൊണ്ടു നടത്തുന്ന ജയാളിയായി അക്കരെ കടത്തുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ഈ ബോധം നമ്മെ ഇന്ന് രാത്രി ഭരിക്കട്ടെ. ഇരട്ടി ബലവും ഇരട്ടി കരുത്തും നമ്മിൽ വ്യാപരിക്കാൻ അത് ഹേതുവായി തീരട്ടെ. ഹല്ലേലൂയ. അടന്നു. പക്ഷെ ഭക്തൻ കരഞ്ഞു പോയി. അത് കുഴപ്പമൊന്നുമില്ല. കരയുന്ന ദൈവത്തോടാണെങ്കിൽ അതൊരു അഡീഷണൽ ബലമാണ്. ഹല്ലേലൂയ. കരയുന്നവരെ വിജയിക്കൂ. സ്തോത്രം. പക്ഷെ മനുഷ്യൻ്റെ മുമ്പിലല്ലെന്നേ, അമ്പുരാൻ്റെ മുമ്പിൽ അവിടെ കരയാൻ മനസ്സുണ്ട്. 2025 ഇതുവരെ കിട്ടാത്ത അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. സ്തോത്രം. അതിന് പ്രായം തടസ്സമല്ല, രോഗം തടസ്സമല്ല, ജീവിത ദുരിതങ്ങൾ തടസ്സമല്ല. നിൽക്കുന്ന ചുവട്ടടിയിലെ മണ്ണൊലിച്ചു പോയി എന്ന് ചിന്തിക്കുമാറ് ജീവൽ പ്രതിസന്ധികളുടെ മുനമ്പത്ത് നിൽക്കുമ്പോഴും ഭക്തൻ പറയണം, ഒരായുധം കയ്യിലുണ്ടേ, അത് പുറത്തെടുക്കും. ഏറ്റവും പവർഫുള്ളായ വെപ്പണ പുറത്തേക്ക് എടുക്കാൻ പോകുന്ന, മനസ്സിലായോ? അതിൻ്റെ പേരാ കണ്ണീര്. അതെവിടെയാ? മനുഷ്യൻ്റെ മുമ്പിലല്ല, തമ്പുരാൻ്റെ മുമ്പിൽ. ഞാനെപ്പോഴും ദാവീദിനെ അവിടെ മാതൃകയാക്കും. ആശാൻ വന്നിട്ട് പറയുക, കാലത്തും സന്ധ്യയ്ക്കും, കാലത്ത് ഉച്ചയ്ക്കും സന്ധ്യയ്ക്ക് ഏതു നേരത്തും സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും. ഒരു രാജാവ് കരഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തൊരു മോശമല്ലേ? അങ്ങനെയാണ് രാജാവ്. നല്ല പുരുഷന്മാർ കരയുന്നതേ ഒരു പ്രശ്നമാണ്. അമ്മ മരിച്ചാലും കരയാൻ പാടല്ലേ? സങ്കടം ഉള്ളിൽ ഒതുക്കണം. അങ്ങനെയാണ്. അമ്മ മരിച്ചാലും കരയാൻ പാടാണ്. പിടിച്ചു നിൽക്കണം, അതാ പുരുഷൻ. അങ്ങനെയാണ്. അപ്പോൾ അയാൾ കരയുന്നത്, പക്ഷേ അമ്മ മരിക്കുമ്പോൾ പുരുഷൻ കരയും. നിങ്ങളുടെ ആങ്കലല്ല കേട്ടോ. അന്ന് അയാൾ ഉറങ്ങൂല. നിങ്ങൾ ഉറങ്ങുമ്പോൾ അയാൾ അസ്വസ്ഥന. പിറ്റേന്ന് പ്രഭാതത്തിലും അയാൾ അസ്വസ്ഥന. അയാളുടെ മനസ്സിലേക്ക് ഓർമ്മകളിങ്ങനെ വേട്ടയാടി വരും. ചില മനുഷ്യർ കരയും. ദാവീദ് പറയാ, കരയുക കാലത്തും ഉച്ചയ്ക്കും
സന്ധ്യയ്ക്ക് ഏത് നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയും. കരയുന്നവന് ലോകത്തിൻ്റെ മുമ്പ് ഡിമാൻഡില്ല. പക്ഷെങ്കിലേ കരഞ്ഞ പുള്ളി പറയാ, കാര്യം ഇതൊക്കെ ആണെങ്കിലും ഞാൻ കരഞ്ഞു, പക്ഷെ ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാൽ എന്തൊരാനന്ദമല്ലേ. കരയുന്ന എന്നെ വകവരുത്താന്നോർത്ത് വരരുത്, കീഴടങ്ങിയ തലകുനിച്ച് എന്നെ നോക്കി തലയിൽ ചവിട്ടാൻ വരരുത്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാൽ സ്ഥിതി അങ്ങ് മാറും. അപ്പം ഇന്ന് കരഞ്ഞ് ശീലിച്ചോണം കേട്ടോ. ഒരു സൈന്യം പാളയം ഇറങ്ങുമ്പോഴും പറയും, പോ, മാറിപ്പോ. ശത്രു സൈന്യം ഒരു നിരയായി വെല്ലുവിളിക്കാൻ പറയും, പോ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ. നിനക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഞാൻ കരഞ്ഞ് പ്രാപിച്ച, മുഴങ്കാലി പ്രാപിച്ച ഒരു ദൈവകൃപയുടെ ആഴമുണ്ട്. നീ നിന്ദിക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിനക്കെതിരെ വരുന്നു എന്ന് പറയത്തക്ക വിധം ഒരു ബലമെന്നിൽ വ്യാപരിക്കുന്നുണ്ട്. മുരണ്ടു വരുന്ന സിംഹം അപ്പന്റെ ആടുകളെ കടിച്ചുകൂടാൻ വരുമ്പോൾ ഭക്തൻ പറയാൻ, നോ, കരഞ്ഞ് ഞാൻ പ്രാപിച്ചതൊന്നും വൃഥാവല്ല. എന്റെ മീതെ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് നിന്റെ താടികളിൽ തൂക്കിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തുമ്പോൾ അനായാസേന ആ വിരലിൽ അത് ഒതുങ്ങിക്കിടക്കാൻ കാരണമെന്ത്? അതാണ് പ്രാർത്ഥനയുടെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി, കണ്ണീരിന്റെ ശക്തി. ഈ രാത്രി ഇതുവരെ കിട്ടാത്ത ജീവൽ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരമായി ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അത് ഈ യോഗം കേൾക്കുന്ന ദൈവമക്കൾക്കിടയിൽ മാത്രമല്ല, ഭവനങ്ങളിൽ ദൂരത്തരികിൽ നിന്ന് വചനം കേൾക്കുന്നവരെ, കണ്ണീരൊഴുക്കുന്ന പ്രാർത്ഥിക്കുന്ന നിന്റെ ഉള്ളിലെ ആ പ്രതിസന്ധികൾ കണ്ടറിഞ്ഞിടപെടുന്ന ദൈവപരിശുദ്ധാത്മാവിന്റെ അദൃശ്യ സാന്നിധ്യം തങ്കരേകാഗ്രചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാണെന്ന് കാണിക്കേണ്ടതിന് ഓടാടി സഞ്ചരിക്കുന്ന അവിടുത്തെ കണ്ണുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ നമ്മിലെല്ലാം വ്യാപരിക്കട്ടെ. സ്തോത്രം. അപ്പോഴേ കരഞ്ഞു എന്നുള്ളതൊരു പരാജയമല്ല. കരഞ്ഞ് ശീലിച്ച കുഞ്ഞെ പരീക്ഷയിലും വിജയാ. നീ എല്ലാ പരീക്ഷയും വിജയിക്കാൻ ഈ കടമ്പ ഭയങ്കര. ദൈവപുരുഷനായ മോശ അവിടെ നിന്ന് കരഞ്ഞു. മോശ കരയുമ്പോഴേ മിറിയാൻ കാണല്, കൂടെ കരയും. അകരം കാണല്. എന്താ കുഞ്ഞെന്ന് ചോദിച്ചാൽ അടുത്ത് വരും. 600,000 കാണരുത്. അവരൊക്കെ കൂടെ കരഞ്ഞ് മനസ്സധൈര്യപ്പെടും. അല്പം മുമ്പോട്ട് മാറി, ആരും കാണാതെ ഭക്തൻ കരയ. തമ്പുരാൻ ചോദിച്ചു, കുഞ്ഞേ കരയാണോ? കരയാൻ ദൈവത്തിന് അറിയാമെങ്കിലും ചോദിക്കുന്നത് എന്തിനാണെന്നറിയണ്ടേ? അപ്പൻ കുഞ്ഞിനോട് ചോദിക്കുക കരയാമെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. നാട്ടുകാരൻ ചോദിച്ച ആശ്വാസം കിട്ടുകയില്ല, നാണക്കേട് തോന്നും. സ്വർഗത്തിലെ അപ്പൻ ഇന്ന് രാത്രി ചോദിക്കും, കരയാണോ? ചോദിച്ചിട്ട് ഈ കരം കൊണ്ട് കണ്ണീരൊപ്പം ചേർത്ത് പിടിച്ച് മാറോട് ചേർത്ത് നിർത്തും. അപ്പൻ തൊട്ടു എന്നറിഞ്ഞപ്പോൾ ചോദിക്കുക, എന്തിനാ കരഞ്ഞേ? അപ്പാ, ഇവിടെ വരെ ഞാൻ വന്നു, 600,000 കൂടുണ്ട്, എന്ത് ചെയ്യും? ആർത്തലക്കുന്ന ചെങ്കടല. നീ ആ വഴികാട്ടി ഇവിടെ വരെ വന്നു. അടുത്ത് മലയാ, ഓടിക്കയറിയാൽ മനുഷ്യൻ്റെ ദേഹത്ത് മലയിടിഞ്ഞ് വീണിച്ചാകും. വിടുതൽ കൊടുക്കാമെന്ന ആ പ്രസംഗം, യേശു വിടുവിക്കുമെന്ന ആ വാക്ക്, കേട്ട പ്രവചനമെല്ലാം വിടുതലാ, കേട്ട ആലോചനയെല്ലാം ദൈവം പ്രവർത്തിക്കുമെന്ന. പക്ഷെ 2 മലകൾക്കുള്ളിൽ ഞാൻ ഞെരുങ്ങുക. ചെങ്കടലിന്റെ ഇരമ്പത്തിനു മുമ്പിൽ എൻ്റെ ഹൃദയം പതറുക. നിന്നോട് മാത്രമേ ഞാൻ തുറന്ന് സമ്മതിച്ചുള്ളൂ, പതറുന്നു ഹൃദയം. തമ്പുരാൻ ചോദിച്ചു കാണും കാതിലേ, എൻ്റെ പേരെന്താ കുഞ്ഞേ? അങ്ങനെ ബൈബിളില്ല, എൻ്റെ കാഴ്ചപ്പാടാട്ടോ. എൻ്റെ പേരെന്താ കുഞ്ഞേ? എൻ്റെ പേര് മോശ. ഈ മോശ എന്നുള്ളതൊരു നല്ല പേരാണോ? ഞാൻ പറയാം, അതൊരു നല്ല പേരല്ല. നമ്മളാണ് ഈ പേര് ഇടുകയല്ലെന്ന്. എന്താ കാര്യം? ഒരുത്തൻ്റെ ആപത്ത് പറ്റി അങ്ങനെയാണോ പേരിടുന്നത്? തെങ്ങേന്ന് വീണവൻ അങ്ങനെ പേരിടുമോ? ഷോക്കടിച്ചവൻ അങ്ങനെയാണ് മക്കൾക്ക് പേരിടുന്നത്. സൈക്കിളിൽ നിന്ന് വീണവൻ എന്നൊക്കെ ആ പേരിടുന്നെങ്കിൽ നമുക്കെല്ലാ പേര് കിട്ടിയെന്നല്ലേ. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ, അതാ ഞാൻ പറഞ്ഞത്. ഈ അർത്ഥം വെച്ച് നോക്കിയാലേ, അതുകൊണ്ട് പറഞ്ഞ ഞാനിവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. അപ്പോഴേ വെള്ളമാ നിനക്കൊരു പേര് തന്നെ.
പ്രതികൂലമാ നിനക്കൊരു പേര് തന്നെ, പ്രതിസന്ധിയാ നിനക്കൊരു പേര് തന്നെ. പ്രതികൂലത്തിൽ ഇത് പ്രാപിച്ച പേരുകൊണ്ടാ ഇവിടെ വരെ വന്ന്. വിഴുങ്ങാൻ പാകത്തിന് ഇരമ്പി ഒഴുകുന്ന നൈൽ നദിയാ നിനക്കൊരു പേര് തന്നെ. ആ തടം തല്ലിയാർക്കുന്ന നൈലിന്റെ വിരിമാറിൽ നിന്ന് ഞാൻ നിന്നെ പൊക്കിയെടുത്തപ്പോൾ നിനക്കൊരു പേരുണ്ടായി, മോശ. ഒത്തിരി ഉണ്ട്. അവിടെ തൊട്ടുപോയാൽ തീരാത്ത വിടത്തി മണിക്കൂറിൽ പറയേണ്ട പ്രമേയമാ. സ്തോത്രം. പൊക്കിയെടുത്ത് നിന്നെ നെഞ്ചിലേക്ക് രാജകുമാരി ചേർത്ത് വെക്കുമ്പോൾ നിന്റെ പേര് ഞാൻ അവളുടെ നാവിൽ കൊടുത്തു, മോശ. ലോകത്താര് നിന്നെ മോശേന്ന് വിളിക്കുമ്പോഴും നൈൽ നദി ഒന്ന് ചൂളും. ഒരു നാണക്കേടി. ലക്ഷക്കണക്കിന് മനുഷ്യരെ വിഴുങ്ങിയ നാവ് കൊണ്ടൊഴുകുന്ന നൈൽ നദി പറയാ, എവൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു, എവൻ്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങി, അവൻ എന്നെ തോൽപ്പിച്ചു. ആ പ്രതിസന്ധിയാ നിനക്കൊരു പേര് തന്നതേ. ഒഴുകുന്ന മരണമാ നിനക്കൊരു പേര് തന്നതേ. മരണത്തിന്റെ മുഖത്ത് നിന്ന് പേര് കിട്ടിയ നിനക്കിനി മരണത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ മരണഭയം നിന്നെ വിട്ട് മാറട്ടെ, ആത്മഹത്യാ ബോധം നിന്നെ വിട്ട് മാറട്ടെ. ഞാൻ ജീവിക്കും, എന്തെന്നാൽ യേശു എനിക്കായി ജീവിക്കുന്ന, മരണത്തെ ജയിച്ചവൻ എനിക്കായി നിലനിൽക്കുന്നു. ഹല്ലേലൂയ. അപ്പോഴേ നദിയാ നിനക്കൊരു പേര് തന്നതെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നിന്റെ പേര് ഞാൻ വലുതാക്കുന്ന ദിവസമാണ്. ഇന്ന് നിന്റെ പേര് ഞാൻ പവർഫുള്ളാക്കുന്ന ദിവസമാണ്, ശക്തിപ്പെടുത്തുന്ന ദിവസമാണ്. എന്താ കാര്യം? പണ്ട് നിന്നെ ഒരാൾ ഒറ്റയ്ക്ക് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തപ്പോൾ നിനക്കൊരു പേര് കിട്ടി, മോശ. ഇന്ന് നീ 600,000 ജനതയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് ജയോത്സവമായി അക്കരെ എത്തിക്കുമ്പോൾ ഒരു മോശയെ കണ്ട് ഭയന്ന ഫറവോന്റെ ശക്തിക്ക് 600,000 ആയോധനകല പഠിച്ചവരെക്കാൾ കരുത്തരായി വിടുതൽ പ്രാപിച്ചു വരുന്ന ഒരു സേനയെ കണ്ടു കഴിയുമ്പോൾ ഭയം ജനിക്കും. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഒത്തിരി ഉണ്ടെന്നേ. സ്തോത്രം. ഇതുവഴി ചാടി ഹമാസും ഗാസാമുനം പോലുമൊക്കെ പോകേണ്ടത് നേരമില്ല. നേരം പാസ് തരാഞ്ഞല്ല, കൺവെൻഷൻ അതൊക്കെ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ്. സ്തോത്രം. എന്താ അവരെ തോൽപ്പിക്കാൻ പറ്റാത്ത? ഇങ്ങനെ അവർ തോറ്റിട്ടുണ്ട്. ദൈവം അനുവദിക്കാതെ ജൂതം തോറ്റ ചരിത്രം ഇല്ലെന്ന്. അങ്ങനെയാണ്. അങ്ങനൊന്നും അവനെ നേരിടാൻ പറ്റില്ല. കളി വേറെയാ. അത് വേറെ ജനത്തെ. ചുമ്മാ കളിക്കാതിരിക്കുക നല്ലത്. അതൊക്കെ ചെയ്യരുത്. ഞങ്ങളൊക്കെ വീഡിയോയിൽ ആദ്യം എത്രയോ തവണ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇത് സൂചിപ്പിച്ചു. ഇപ്പോഴും ചില കക്ഷികൾ അതാണ്ട് ഇപ്പോൾ ജയിക്കും, മലയാളികളാണ്, ഇപ്പോൾ ജയിക്കും, ഇപ്പോൾ ജയിക്കും. കാരണം ഹമാസിന് ഏറ്റവും അധികം ഫാൻസ് ഉള്ളത് കേരളത്തിലാണ്. പിന്നെ മറ്റങ്ങ് ഇതൊക്കെ ഇവരൊന്നും ആർക്കും വേണ്ടെന്ന്. ടിഫിൻ ബോക്സിനകത്ത് ബോംബും കെട്ടിവെച്ച് കൊച്ചിന് ചോറ് കൊടുത്തു വിടുക, ആഹാരം കൊടുത്തു വിടുക, പൊട്ടിത്തെറിച്ച് കുഞ്ഞു മരിക്കുക. കുഞ്ഞും സ്കൂളിലെ 127 ടീച്ചേഴ്സും. ഈ ടിഫിൻ ബോക്സിൽ ഈ ബോംബ് വെച്ചാരാന്ന് അറിയണ്ടേ? കൊച്ചിൻ്റെ അപ്പൻ. എന്തിനാ? സ്വർഗത്തിൽ വിടാൻ വേണ്ടി. എന്നാൽ പിന്നെ അവനങ്ങ് പോയാൽ പോരായിരുന്നു അല്ലേ? സ്തോത്രം. എന്നോടൊരിക്കൽ ഒരു സംവാദവേളയിൽ ഒരു സഹോദരൻ പറഞ്ഞു, സ്നേഹിത, ഈ ഞങ്ങൾ നിങ്ങളുടെ വിരോധം ഉണ്ടായിട്ട് പറയുന്നല്ല, നിങ്ങളുടെ സ്വർഗം പോവും, അതിനാ പറയുന്നത് എന്നോട് പറഞ്ഞു. സ്വർഗത്തിൽ ചെന്നാൽ എന്തൊക്കെ കിട്ടുമെന്നറിയണ്ടേ? പല നിറത്തിലുള്ള കള്ള്, ഇഷ്ടംപോലെ സ്ത്രീകൾ, 72 പേരൊരാൾക്ക്. ഞാനിതെല്ലാം കേട്ടിട്ട് എൻ്റെ സ്വതസിദ്ധ ശൈലി പറഞ്ഞു, എനിക്കതല്ല, ഇത് വേണ്ട, എൻ്റെ കോട്ടാ കൂടി ബ്രദർ എടുത്തോളാൻ പറഞ്ഞു. എൻ്റെയും കൂടെ ബ്രദർ എടുത്തോളാൻ പറഞ്ഞു. ഇത്രയും വിശാലത ആര് തരുമെന്ന് ചോദിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അത് വിട്ടേക്ക് പോട്ടെ. ഇനി ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. അതാ നല്ലത്, എല്ലാവർക്കും അതാ നല്ലത്. അപ്പോൾ മുമ്പോട്ട് പോകാം. ഈ അക്കരെ ചെന്നപ്പോൾ മോശയോട് പറയാണ്, ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു മന്ദിരം. ഇതാരോടാ പറഞ്ഞെന്നറിയണ്ടേ? ചെങ്കടൽ കടന്നവനോട്. ചെങ്കടൽ കടന്നവനോട് പറയാൻ കാരണം എന്താ? അതിന് കാരണമുണ്ട്.
വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു. ബൈബിളിലെ എഴുത്തുകാർക്കൊരു പ്രത്യേകത ഉണ്ട്. അവരുടെ കയ്യിലിരിക്കുന്ന ഈ ദൂരദർശിനിക്ക് മുമ്പോട്ടും മുമ്പോട്ടും കാണാൻ പറ്റും. ഇങ്ങനെ നോക്കിയിട്ട് വിളിച്ചു പറയും, ക്രിസ്തുവിൻ്റെ നിന്ന ചുമന്നുകൊണ്ടാണ് വരുന്നത് കേട്ടോ. വെളിപ്പാടിൻ്റെ കണ്ണുകൊണ്ടൊരു നോട്ടം നോക്കിയിട്ട് പറയാം, മോശ ഒറ്റയ്ക്കല്ല വരുന്നത്, ക്രിസ്തുവിൻ്റെ നിന്ന ചുമന്നാണ് വരുന്നത് കേട്ടോ. മുമ്പോട്ട് നോക്കിയിട്ട് യോഹന്നാൻ പറയുക, 24 മൂപ്പന്മാർ 4 ജീവികൾ ആരാധിക്കുന്ന ഞാൻ കണ്ടു. കണ്ടോ, ഇവിടേക്കൊക്കെ കാണാൻ പറ്റുന്ന കണ്ണാ വെളിപ്പാടിൻ്റെ കണ്ണ്. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ലെന്ന്. അതിൻ്റെ ഒരു അളവാ നമുക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കിട്ടുന്നേ. സ്വപ്നങ്ങളിലൂടെ, വെളിപ്പാടുകളിലൂടെ, ദർശനങ്ങളിലൂടെ ഇന്നും വെളിപ്പാടിൻ്റെ കണ്ണാടി മാഞ്ഞിട്ടില്ലെന്നും പ്രവചനത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ലെന്നും അത് ചോർന്നു പോയിട്ടില്ലെന്നും വിശേഷാൽ പ്രവചനപരം വാഞ്ചിക്കണമെന്നും പഠിപ്പിച്ച ഗ്രന്ഥച്ചുരുള് കൃത്യമായി വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാ പെന്തക്കോസ്ത്. ഈ ചിലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പാസ്റ്റേ ഇതൊക്കെ വിശ്വസിക്കാം, പക്ഷേ ഇപ്പോൾ വ്യാഖ്യാനിയില്ല. ഞാൻ വ്യാഖ്യാനം ഇല്ലെന്ന് ഇയാൾ ആരോടാ പറഞ്ഞത്? ഇയാൾ ആരാണ്ട് കാശ് കൊടുത്ത് വ്യാഖ്യാനി ആക്കിയിട്ടുണ്ടോ? ഇയാൾക്ക് തന്നെ ബുദ്ധിമുട്ട് വ്യാഖ്യാനി ആകാൻ. ഞങ്ങളാരാണ്ടാകണോ? നമുക്ക് പൊതുവിൽ പറ്റിയൊരു പരാജയത്തിന് ബൈബിളിൻ്റെ കുഴപ്പമല്ല, കർത്താവിൻ്റെ കുഴപ്പമല്ല. വ്യാഖ്യാനി അനിവാര്യമെങ്കിൽ ദൈവം എഴുന്നേൽപ്പിച്ചുകൊള്ളും സഭയിൽ. സ്തോത്രം. വ്യാഖ്യാനി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? മിണ്ടായിരിക്കണമെന്നില്ല. ബൈബിളിൽ ഇല്ലാത്തൊന്നും പറയരുത്. ബൈബിളിൽ വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കണം എന്നില്ല. ഇല്ലെന്ന്, ബൈബിളിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടെന്നോർത്ത് നമ്മൾ പറയാറുണ്ട്. ആ മലയിലുമല്ല, അങ്ങനെ ബൈബിളിലില്ല. പറഞ്ഞേക്കല്ലേ. ഇടയ്ക്ക് ഒരിടത്തുനിന്ന് ഒരു പയ്യൻ പാടുക, രാജാവുള്ളിടത്ത് രാജകോലാഹലം. ഞാൻ പറഞ്ഞ വചനം അവിടെ ബൈബിളിലുണ്ടോ? രാജാവുള്ളിടത്ത് രാജകോലാഹലം ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ചൈനയിലൊക്കെ രാജാവുണ്ട്, മൊത്തം കോലാഹലമായിരിക്കും അല്ലേ? അങ്ങനെ വാക്യമില്ല. ഇല്ലാത്ത വാക്യം പിശാചിൻ്റെ പണിയാ. പകുതി വാക്യം ചേർത്ത് വെക്കുക, ഉള്ള വാക്യം ഒന്ന് മുറിച്ചെടുത്ത് വെക്കുന്ന അതുപോലൊരെണ്ണമുണ്ട്. സൂക്ഷിക്കണം. അവനവൻ്റെ വിശ്വാസം അവനവനെ, അങ്ങനെ ബൈബിളിലില്ല. വിശുദ്ധ ബൈബിളിൽ അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കുമെന്ന് വിശുദ്ധ ബൈബിളിലില്ല. ഇനി പൗലോസ് ഒരു കുതിരയുടെ പുറത്തുനിന്ന് താഴെ വീണു, അങ്ങനെയും ബൈബിളിലില്ല. പിന്നെ അത് മാത്രം ഞാൻ എതിർക്കുകയല്ല. ഒരു പാവപ്പെട്ടൊന്ന് കുതിരയെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ദൈവദാസനല്ലേ, അത് പിന്നെ പോക്കോട്ടെ, നല്ല കാര്യമല്ലേ. ഇതുപോലെ നമ്മൾ തെറ്റിക്കുന്ന പാസ്റ്റർമാർ പോലും തെറ്റിക്കുന്നൊരു വചനമുണ്ട്, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ആൻറ്റിക്കൊരു സംശയം പോലെ അല്ലേ? ഉണ്ടെങ്കിലും എടുത്ത് കാണിക്കണം. പോട്ടെ. ഞാനൊരു ഡിബേറ്റിൽ ഒരു ചങ്ങാതി ഇതും കൊണ്ടാണ് വന്നത്. ഇവിടെ ഞാൻ വാക്യം കാണിക്കുക, വാക്യമില്ല. ആ ചങ്ങാതി അങ്ങനെ ഒരു രീതി കർത്തൃമേശം നടത്തുമായിരുന്നു. എന്നിട്ട് അത് ഈ അപ്പവീഞ്ഞുകളെല്ലാം ഈ വഴിയിൽ കൂടെ ഒക്കെ പോയ മനുഷ്യരെല്ലാം വിളിച്ചത് കൊടുത്തു. ദാനപ്പെട്ടവനും ദാനപ്പെടാത്തവനും എല്ലാം കൊടുത്തു. ഞാൻ ഡിബേറ്റിന് ചെല്ലുമ്പോൾ, ദുബൈയിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നൊരു ചോദ്യം ഇതിനു വേണ്ടി പോയതാ. ഈ അപ്പവീഞ്ഞുകൾ സ്നാനപ്പെടാത്തവർക്ക് കൊടുക്കാവും. CC ചാക്കോ പാസ്റ്റർ ഇവിടെ ഉണ്ട്, ബഹുമാനായ കർത്തൃദാസൻ, ഉദ്ഘാടനം ചെയ്ത ദാസരെല്ലാം പക്വമതികളാണ്. ഞാൻ പറഞ്ഞതിനകത്ത് ഞാനൊരു തെറ്റും കാണുന്നില്ല. നിങ്ങളാലും തെറ്റ് കാണുന്നുണ്ടോ? സ്നാനപ്പെടാത്തവനും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അതെന്താ കാര്യം? അവൻ്റെ കയ്യിലെ കാശ് കൊടുത്ത് അപ്പവും വീഞ്ഞും മേടിച്ചു. അവൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നതിന് നിനക്കെന്നാ ചെയ്തു? നീ ആരെതിർക്കാൻ? അവന് ഭരണഘടന അനുസരിക്കുന്ന സ്വാതന്ത്ര്യം, അവൻ അതിലെ ഇഷ്ടമുള്ള സാധനം കടലമുട്ടായി കൊണ്ട് കൊടുക്കട്ടെ, നിനക്കെന്നാ കുഴപ്പം? മനസ്സിലായോ? കർത്തൃമേശയുടെ പ്രമാണം ഞങ്ങൾ പറഞ്ഞുതരാം, അതായിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം വീഞ്ഞിൻ്റെ ഒക്കെ വിട്ടേക്ക്, ഇത് വേറെയാ. മനസ്സിലായോ? അവിടെ സുഗതം കാണിച്ച പണിയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? സുഗതൻ്റെ കെട്ടുപൊട്ടിച്ച സംഭവം ഈ പറഞ്ഞേ. ആ പണിയോടെ കെട്ടുപൊട്ടിപ്പോയി. പോട്ടെ, സ്തോത്രം. ഞാൻ നീട്ടണില്ല. ചിലത് ഈ കോഡ് ഭാഷയെ പറഞ്ഞാൽ മനസ്സിലാവേണ്ടവർക്ക് മാത്രം മനസ്സിലാവുക, അതാ സ്തോത്രം. അപ്പോഴേ ചെങ്കടൽ കടക്കുന്ന കണ്ടിട്ട് പ്രവാചകൻ പറയണേ, ഞാൻ പുതിയ നിയമത്തിലെ എഴുത്തുകാരെ പ്രവാചകർ എന്ന് വിളിക്കും, പൗലോസിനെ പ്രവാചകർ എന്ന് വിളിക്കത്തില്ലേ? പിന്നെ ശൗൽ എന്നീ പ്രവാചകന്മാരും അല്ലേ
ഒരു നോട്ടം നോക്കിയിട്ട് പറയുക, വിശ്വാസ ചെങ്കടൽ കിടക്കുന്ന കണ്ടിട്ട് പറയുക, അതേ സ്നാനത്തിനൊരു മുൻകുറി. അപ്പം ആരോടാ പറഞ്ഞ കൂട്ടായ്മ കൂടാൻ? ചെങ്കടൽ കടന്നവനോട്. ചെങ്കടൽ കടന്നവനോടാ പറഞ്ഞത്, ഞാൻ നിങ്ങളെ മധ്യേ വസിക്കേണ്ടതിന് ഒരു വിശുദ്ധ മന്ദിരം നിങ്ങൾ എനിക്കായി നിർമ്മിക്കണം. ദൈവത്തിന്റെ പെട്ടകം ഇളവേൽക്കാൻ ആ വിശുദ്ധ മന്ദിരം നിർമ്മിക്കാൻ പറഞ്ഞപ്പോൾ സ്നാനം പ്രസക്തമല്ലേ? ആ രക്ഷാനുഭവം മാത്രം പോരാ, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിമജ്ജന സ്നാനം കൈക്കൊള്ളണം. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർക്കിടയിൽ സ്നാനം പിന്നെയാകട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ ബാക്കി കാണില്ല. ഇന്ന് രാത്രി തീരുമാനിച്ചു കൊള്ളണം, എത്രയും വേഗത്തിൽ. ദൈവത്തിൻ്റെ ആത്മാവ് പലയാവർത്തി ബോധ്യപ്പെടുത്തിട്ടും സ്നാനം വേണോ എന്ന ആശങ്കയുടെ ആവശ്യമില്ല. ചെങ്കടൽ കടന്നേ പറ്റൂ. സ്തോത്രം. അക്കരെ കടന്നു. ഈ വരും വഴി യാത്രയിൽ ദൈവപുരുഷനായ മോശ, ഒത്തിരി സംഭവങ്ങളുണ്ട്. മരിക്കാറായി എന്നറിഞ്ഞപ്പോഴേക്കും അതിന് മുമ്പ് തന്നെ ഒരാളെ വളർത്തിക്കൊണ്ടുവന്നു കൂടെ. ജൂനിയേഴ്സിനെ വളർത്തണം, നമ്മുടെ കൂടെ ശുശ്രൂഷയ്ക്ക് വരുന്നവനെ വളർത്തണം. ഇത് ചിലതൊക്കെ നല്ല സൂപ്പർ പണി തരും, അത് വേറെ കാര്യം അല്ലേ? ആയുസിൽ മറക്കാത്ത പണി തരും. ഭസ്മാസുര വരം പോലെ നമ്മുടെ തലകിട്ട് തന്നെ ആയത്തി അടിക്കും. അത്തരം കക്ഷികളുണ്ട്. സ്തോത്രം. എനിക്ക് തന്നെ കുറേ ഈശന്മാരുണ്ട്. അതിലടുത്ത കാലത്ത് ഒരുത്തിൻ്റെ കാര്യം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞവൻ സാക്ഷാൽ കാട്ടാനയ്ക്ക് ലാടമടിക്കും. കാട്ടിക്കുടാന പോയാൽ അതിൻ്റെ കാലേ ലാടമടിക്കുന്ന കക്ഷികൾ. അങ്ങനെ അത് പോകുന്ന കാട്ടാനയും എനിക്ക് ലാടമടിക്കാൻ പാടാതെ ഇതിനിട്ട് പഠിക്കുന്ന കക്ഷികൾ നമ്മുടെ ലോകത്തുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ ഗുരുശാപം ഒരു പ്രശ്നമാണെന്നേ. നമ്മളെ നടത്തിയവരെ ഓർക്കണം. ഗുരുവിൻ്റെ തല വെട്ടിപ്പോകല്ലെന്ന്. ഗുരുവിനോളമാകുന്നത് ശിഷ്യന് മതി. നമ്മുടെ മുൻകാല ദിവാസന്മാരൊക്കെ ഗുരുവിൻ്റെ കൂടെ നടന്ന് പാദം കഴുകി പുസ്തകം പിടിച്ച് അവരെ തല്ലും തടവുമൊക്കെ ഏറ്റുവാങ്ങി ചെവിക്ക് പിടിക്കുന്ന അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ അപ്പച്ചൻ്റെ ബലം പുതുതലമുറയ്ക്ക് കിട്ടാതെ പോകുന്നത് എന്താണെന്നറിയണ്ടേ? അനുഭവമില്ല വരുന്നെന്താ? ഗുരുവിനെ വെട്ടിയിട്ട് വേണം അപകരിച്ചവിടെ കയറണം. എനിക്ക് കണക്കുണ്ട്. ഞാൻ ചുമ്മാ പറയല്ലേ, ഇനിയും തിരുത്താൻ അവസരമുണ്ട്. അതായി പറഞ്ഞു വരുന്നത്. സ്തോത്രം. പാര വെച്ചും അവസരം നോക്കിയും അങ്ങനല്ല. നമുക്ക് ദൈവം കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിഞ്ഞ് വരും. ആരും വഴിതടയില്ല, അതിഞ്ഞ് വരും. എൻ്റെ വാഗ്ദത്തം ഇഞ്ഞ് വരും. വെല്ലുവിളിയാ. ഇന്ന് രാത്രി ദൂത് ദൈവമക്കൾ ഏറ്റെടുത്തോ. നമുക്കുള്ളത് എങ്ങും വഴിതടയില്ല, അതിഞ്ഞ് വരും. ആർക്കും പിടിച്ചു വെക്കാനാവില്ല. ഹല്ലേലൂയ. പറഞ്ഞതേ മോശ വളർത്തി ഒരുത്തനെ യോശുവ ജീവകാലത്ത് തന്നെ പറഞ്ഞു, എനിക്ക് ശേഷം ഇവൻ നിങ്ങളെ നയിക്കും. ജനം അന്ന് മുതൽ റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങി. അവനെ അഹങ്കരിക്കുകയും ചെയ്യല്ലേ. ജനം പറഞ്ഞു, ആ പുള്ളിയെ വേണ്ട, അച്ഛൻ തന്നെ ഇരിക്കണമെന്നും അല്ല പറഞ്ഞു. എങ്ങനെ പറയുന്നത് അറിയണ്ടേ? സംഗതി കൊള്ളാം. യഹോവ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കണം. വ്യവസ്ഥ ഇതാ. ദൈവാസന്മാരെ, ദൈവമക്കളെ, ഇത് മാത്രമാണ് ജനം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അനുതാപത്തോടെ ഏറ്റെടുക്കണം. യഹോവ മോശയോട് കൂടെ ഇരുന്നത് പോലെ അടിയനോടുകൂടെ ഈ ശുശ്രൂഷ വന്നാൽ നമ്മൾ തോക്കൂല. ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മൾ തോക്കൂല. ഈ പോന്ന പോക്കിൽ മോവാബിൻ്റെ പാർശ്വത്തിൽ നെബോയുടെ ഉയരങ്ങളിൽ വച്ച് മോശ മരിച്ചു. അങ്ങനല്ലേ? മോശ മരിച്ചു. അവിടെ ഒരു വലിയ ദുരൂഹത കിടപ്പുണ്ട്. മരണത്തിലല്ല, ശവടക്കി. മരണമൊന്നും കുഴപ്പമില്ല. നമുക്കറിയാം ആരും കൊന്നൊന്നും അല്ലെന്നറിയാം. ആരും കൊന്നതോ അല്ലെങ്കിൽ ഇനിയിപ്പം മരണമെന്ന് പോലും പേര് പറയാൻ പറ്റില്ല. പുതിയ പേരുകളാണ് വരുന്നത്. പുതിയ പേരുകൾ. പോട്ടെ. ഈ മോശയ്ക്ക് എന്ത് പറ്റി? ഒരു കാര്യം ഉറപ്പായി, മരിച്ചു. മരിച്ചതല്ല വിഷയം. സംഭവം എന്താണെന്നറിയണ്ടേ? ശവടക്കാ വിഷയം. ശവടക്കെല്ലാം കഴിഞ്ഞ് 30 ദിവസത്തെ വിലാപം ഉണ്ടായിരുന്നു.
ദുഃഖാചരണം. മരണം കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം നോക്കിയപ്പോൾ ശവകുടീരം കാണാനില്ല. അങ്ങനെ സംഭവിക്കാം. കാരണം ഗൾഫിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നൊരു മല തിരിച്ചു വരുമ്പോൾ കാണത്തില്ല. ശരിയല്ലേ? കാരണം മണൽ പെട്ടെന്ന് രൂപപ്പെടുത്തിയ ഒരു മലയാണ്. അല്ല, ആരും പ്രാർത്ഥിച്ച് മാറ്റി കടലിൽ ചാടിച്ചൊന്നും അല്ല. അങ്ങനെ ചിലർ പറയും ഞാൻ ആ കടലിൽ ചാടിച്ചെന്ന് പറയും, വിശ്വസിക്കില്ല. ഞാൻ ദുബൈയിലായിരുന്നപ്പോൾ 7 മലകൾ കടലിൽ ചാടിച്ചു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കരുത്. അത് കാറ്റടിച്ച് പോയതാ. അത് വേറെ അടുത്ത് പോയി കൂടിയിട്ടുണ്ട്. ഇവിടെ നിരപ്പായി. ഇങ്ങനെ സംഭവിക്കാം, മണൽക്കാറ്റ്. അപ്പോഴേ ഈ ശവകുടീരം എവിടെയെന്ന് വചനം പറയുക, ഇന്ന് വരെ ആരും. അന്നേരം ഇപ്പം നമ്മളെ അവിടെ ടൂറിസ്റ്റ് കൊണ്ടുപോയിട്ട് പറയുക, ഇതുണ്ട് ഇവിടെ ആ മോശയെ അടക്കിയത് ഞാൻ പോടാന്ന് പറഞ്ഞു. അന്ന് വരെ ഒരുത്തനും അറിയാത്തത് ഇന്നെങ്ങനെയാണ് അറിയുന്നത്? നമ്മുടെ ചില അന്ത്യകാല പ്രസംഗർ അതിശോക്തി കുട്ടി ഓരോന്ന് പറഞ്ഞിട്ട് ഗാസയിൽ ഇങ്ങനെ നടക്കും, ഹമാസ് ഇങ്ങനെ ചെയ്യും, ഇതെല്ലാം പറഞ്ഞിട്ട് ആയുധങ്ങളും വീര്യവും വിപ്ലവം എല്ലാം ഇങ്ങനെ അടിച്ചു വിട്ടിട്ട് ചോദിക്കും, ഇതൊക്കെ പത്രത്തിലൊന്നും ഇല്ലായിരുന്നല്ലോ. അതൊക്കെ ഞാനൊരാളുടെ ചോദിച്ചു പറയാം, ഇതെല്ലാം ഇസ്രയേൽ ഗവൺമെൻറ് രഹസ്യമാക്കി വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, ഇസ്രയേൽ ഗവൺമെൻറ് രഹസ്യമാക്കിയത് ആചാര്യങ്ങനെ അറിഞ്ഞു? നിങ്ങളോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. നോക്കണം, ആരാ രഹസ്യമാക്കി? നെതന്യാഹു രഹസ്യമാക്കി വെച്ചത് നമ്മുടെ അച്ഛൻ കണ്ടുപിടിച്ചെന്ന്. ഭയങ്കരമാണല്ലോ. പോട്ടെ എന്ന് പറഞ്ഞ പോലെയാണ് ഈ സംഭവം. അപ്പോഴേ മോശ എന്ന ദൈവപുരുഷനെ എവിടെ അടക്കിയെന്ന് ആർക്കും അറിയില്ല. ആർക്കും അറിയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും അറിയില്ലെന്ന് സമ്മതിച്ചേക്കണം. ഇവരങ്ങ് പോയി. ഇവരെന്താണ് ദൈവം ഈ ശവോടൊക്കെ അത്ര വലിയ വിഷയമാക്കാൻ? കാരണം യേശുവിൻ്റെ ശവശരീരം അവിടെ ഉണ്ട്, അന്തസ്സായ അടക്കം കിട്ടി. ദാവീദിൻ കല്ലറ അടുത്ത കാലത്താണ് ഇസ്രായേൽ മക്കൾക്ക് തിരിച്ചു കിട്ടുന്നത്. ദാവീദിൻ കല്ലറയുണ്ട്, മക്പേലാ ഗുഹയുണ്ട്, ബെന്യാമീൻ്റെ അതിരിങ്കൽ സേൽസഹിൽ റാഹേലിൻ്റെ കല്ലറയുണ്ട്. നമുക്കാകപ്പാടെ കിട്ടാതെ പോയൊരു കല്ലറ മോശയുടെ കല്ലറ അല്ലേ? എന്താ കാര്യം? കർത്താവ് തീരുമാനിച്ചു കല്ലറയും മനക്ക് കൊടുക്കുന്നില്ല. ശവോടൊക്കെ വലിയ ചടങ്ങുമല്ല, അത് പെട്ടെന്ന് അടക്കിയേക്കാൻ. കാരണം അത്യന്തം കൃപയില്ലാത്തവന് മോശയുടെ ശരീരം അടക്കാൻ പറ്റില്ല. കാരണം പിശാചുക്കളുടെ ഒരു പാളയം അവിടെ ശക്തിപ്പെട്ടു. അവയങ്ങ് വളഞ്ഞു. പിശാച് വളഞ്ഞിങ്ങനെ നിൽക്കുക, അങ്ങോട്ട് അകത്തോട്ട് കടത്തി വിടാതെ. സാത്താന്യ ദൂതഗണങ്ങൾ വളഞ്ഞു നിന്നിട്ട് പറയുക, ഇത് ഞങ്ങൾക്ക് വേണം. ആർക്ക് വേണമെന്ന് പറയാൻ കാരണം, ഞാൻ കുറേ പഠിച്ചപ്പോൾ കിട്ടിയ ഒരാശയമാണ് അങ്ങോട്ട് വെക്കുന്നത്. അത് തെറ്റാണെങ്കിൽ ദൈവദാസന്മാർ തിരുത്തി തരണം. ഇതൊക്കെ അഭിപ്രായമായിട്ട് എടുക്കാവൂ. ശരിയാണെങ്കിൽ ഒരു ദൂതുണ്ടാവും. പണ്ട് ഏദനിൽ നശിപ്പിച്ചതാണ് നമ്മളെ തേജസ്, പാപം ചെയ്തപ്പോൾ. പക്ഷെ ഇത്രയും പ്രായമായിട്ടും തേജസ് മങ്ങാതെ, കണ്ണ് മങ്ങാതെ, കാഴ്ച കുറയാതെ ജ്വലിക്കുന്ന ശരീരം മോശയ്ക്ക്. പിശാചിന് അത്ഭുതം, ഞാൻ ഏദനിൽ കളഞ്ഞ ഈ തേജസ്സേ ഇനിയും പോകാതിരിക്കുന്നത് എന്താ? ഈ ബോഡി കിട്ടിയാലൊന്ന് പഠിക്കാം. Satanic power wanted to know the secret behind the doxa of Moses. മോസസിലെ ഈ ഡോക്സയുടെ കാരണം എന്തെന്നൊന്ന് അറിയണം. അവ ഇങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രധാന ദൂതനായ മിഖായേൽ, മയമില്ലാത്ത ആളാ, വന്നാൽ വേട്ട, മറ്റേ ആൾ സന്ദേശമാണ് അല്ലേ? ഓർഡർ കിട്ടും, പിന്നെ വെട്ട. അത് പോലീസുകാരോട് ചോദിക്കും. നമ്മളിങ്ങനെ ബഹളം വെച്ച് നിൽക്കുമ്പോൾ പോലീസുകാർ ഒരു വണ്ടിയിൽ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യും, ജനം ഒന്ന് പിരിഞ്ഞു പോകണം, സഹകരിക്കണം പ്ലീസ്. വളരെ താണ് കേണാ പറയുന്നത്. ഇവരുള്ളവൻ അന്നേരേ വീട്ടിൽ പോയിക്കോണം. മോനെ പണി തുടങ്ങുക, വിദ്യാർത്ഥി ഐക്യ ഓടും. ഇപ്പം മനസ്സിലായില്ലേ? വേറെ രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതും പോലീസുകാർ പറയില്ല. പോലീസ് അടിച്ച് നീ ചത്താൽ പോലും കേസില്ല. എന്താ കാര്യം? പോലീസ് ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന് വേണ്ടിയാണ് അടിച്ചതെന്ന്. വൈരാഗ്യം വെച്ച് അടിച്ചല്ല. പിന്നെ അടിയല്ലേ, അടിച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ബഹളം വെച്ചാൽ കുഴപ്പമൊന്നാ. ബഹളം വെച്ചാൽ തൃശ്ശൂർ
പോലീസിനെ നേരെ കോട്ടയം വരെ വിടും. എന്തിനാണെന്നറിയണ്ടേ? ഈ തൃശ്ശൂർ കിടന്ന പുള്ളി തല്ലി തറുത്ത് തല്ലിയും അടുത്ത് ബോറടിച്ചു. ഇനിയും കോട്ടയത്ത് പോയി കുറച്ചാളടിക്കും, പ്രമോഷനും കിട്ടും. അതിന് പറയും ക്വാസി ജുഡീഷ്യൽ ഇമ്മ്യൂണിറ്റി. ഇതിലെ പോലീസിന് വീര്യം കിട്ടത്തില്ല. മനസ്സിലായില്ലേ? വെറുതെ പുള്ളി തല്ലിയല്ലോ, ഓർഡറൊക്കെ കിട്ടി. ഇതൊക്കെ റിയായിട്ട് മേലുദ്യോഗസ്ഥൻ പറഞ്ഞ ആജ്ഞ അനുസരിച്ച ഡിസിപ്ലിൻഡായിട്ട് അത് പ്രവർത്തിച്ചേ. ഇതുപോലെ മികായേൽ ഓർഡർ കിട്ടും, പണി അങ്ങോട്ട് തുടങ്ങാൻ നിൽക്കുക, ഇങ്ങനെ കാത്തു നിൽക്കുകയും പണ്ട് തൻ്റെ കൂടെ പാടിയും പ്രാർത്ഥിച്ചൊക്കെ നടന്ന് പിന്മാറിപ്പോയ പണ്ടവനെ കണ്ടു, ലൂസിഫറിനെ. ഒരു പ്രോട്ടോക്കോൾ ഓർത്തിട്ട് പറഞ്ഞു, യഹോവ നിന്നെ പൽസിക്കട്ടെ. ഓ, ദൂതന്മാർ മോശയുടെ ശരീരം അടക്കി. കുമ്പനാട്ടൊന്നും മുളകൊഴിയൊന്നും ആരും വന്ന് നോക്കുകയില്ല. മനസ്സിലായില്ലേ? അവരെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, നമ്മളാരും നോക്കി നോക്കുകയില്ല. അതുകൊണ്ട് ദൂതന്മാർ വന്ന് ശുശ്രൂഷയൊക്കെ ചെയ്ത് ആ എതിർത്ത് നിന്ന് ശരശരീരം അതിനുവേണ്ടി വാദിച്ചപ്പോൾ കൊടുക്കാതെ ബോഡി അങ്ങ് അടക്കി. സ്തോത്രം. ഈ തേജസ് പ്രാപിച്ചപ്പോഴേ മോശ ഒരു മൂടുപടം തലയിലിട്ടാണ് ജനത്തോട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പേരില്ല ചിലർ ഈ മൂടുപടം ഇട്ടുകൊണ്ട് നടക്കുന്നത്. എന്തോ ഒരു തേജസ്സിൻ്റെ ആധിക്യമാണ്. നോക്കിക്കേ, സോഡാ ഗ്ലാസ്സാണ് വെച്ചിരിക്കുന്നത് അല്ലേ? പോട്ടെ, ഞാൻ പറയുന്നില്ല, അധ്യക്ഷൻ പറയേണ്ട കാര്യം ഞാൻ കയറി പറഞ്ഞതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ മോശ യോശുവിലേക്ക് ബാറ്റൻ കൈമാറി. പക്ഷേ ഈ ശവകുടീരം കാണിക്കുകയെന്ന് എന്നാണെന്നറിയോ? ഇതൊരു ചർച്ച വെച്ചൊക്കെ ശവം അടക്കുമ്പോൾ ചെറുപ്പക്കാരുടെ ചെയ്യാം. നമുക്ക് നമ്മുടെ ഒരു ലീഡറായിരുന്നല്ലോ, മാന്യന്മാർ ശവടക്ക് നമുക്ക് ബണ്ണും ചായയും കാപ്പിയും പഴംപൊരിയൊക്കെ കൊടുക്കണം. ഫ്ലക്സ് ഒരു 500 വെക്കണം, പറ്റിയ മന്ത്രിയെ വിളിക്കണം, അനുശോചനം രേഖപ്പെടുത്തണം, ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരപ്പച്ചൻ ചോദിച്ചു, പക്വമതിയാരപ്പച്ചൻ, മക്കളെ എന്തോ ഈ ചർച്ച? അച്ഛൻ നമ്മുടെ മോസസ് മരിച്ചു. അത് ഞാൻ അറിഞ്ഞു. അല്ല, നിങ്ങളുടെ ചർച്ച എന്താ? നമുക്ക് നമ്മുടെ മോസസിനെ ഒരു നല്ല രാജകീയ യാത്രയപ്പ് കൊടുക്കണം. അല്ല, അത് വേണം. നിങ്ങളെന്തോ പ്ലാൻ ചെയ്യുന്നത്? ഇന്നതേ. നിർത്ത്, വിവരക്കേട് കാണിക്കല്ലേ. എന്താണെന്നറിയണ്ടേ? ഈ മരിച്ച ആൾ ആരാണെന്നറിയാമോ? അറിയാം. മോശ അല്ലെന്ന്. ആളിൻ്റെ പശ്ചാത്തലം വല്ലതും അറിയാവോ? ഇല്ല. ഇതേ ഈജിപ്തിലെ രേഖകൾ, റവന്യൂ രേഖകൾ പരതണം. ഈജിപ്തിലെ റവന്യൂ രേഖകൾ പരതിയാൽ ഒരു കാര്യം മനസ്സിലാകും, രാജാവിൻ്റെ മകനാ, രാജകുമാരനാ കിടക്കുന്നത്. തോന്നുന്ന പോലെ അടക്കാൻ പറ്റില്ല. ബോഡി മമ്മിഫൈ ചെയ്യണം, പിരമിഡ് കെട്ടിയുണ്ടാക്കണം. കട്ട പിടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. പണ്ടേ നമുക്ക് ഗംഭീരനൊരു സാധനം ഇവിടെ പണിയണം. ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒറ്റ ഒരുത്തൻ അക്കരെ നാട്ടിൽ പോവുകയില്ല. നമ്മളിപ്പോഴും പിന്നെ അച്ഛൻ മരിച്ചിടത്ത് എനിക്കും കിടക്കണം, അമ്മച്ചി കിടക്കുന്നിടത്ത് എനിക്കും കിടക്കണം. ചില ആൾ മുമ്പ് പറഞ്ഞാൽ ഈ പള്ളി വിട്ടാലും ഈ ചിന്ത ഇങ്ങനെ കിടക്കും, രക്ഷിക്കപ്പെട്ടാലും. നമ്മൾ യോഹന്നാനെ നോക്കി പഠി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറയുന്ന അമ്പരപ്പിക്കുന്ന ചില വചനങ്ങളുണ്ട്. അതെന്നെ സന്തോഷിപ്പിച്ചത്, അവിടെ യഹൂദന്മാരുടെ ഒരു പെരുന്നാളുണ്ടായിരുന്നു. ഇങ്ങേരാരായിരുന്നു? അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു. ഇങ്ങേറെ ചേട്ടനെയും മക്കളും വേണ്ടപ്പെട്ടവരോടെല്ലാം വളഞ്ഞ്, ഞങ്ങളുടെ ഒരു പള്ളി, ഞങ്ങളുടെ ഒരു പെരുന്നാൾ അല്ലെന്ന്. വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ സംഗതി വരുമായിരുന്നു. സ്തോത്രം. സഭയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ വരും, പറയും ഇതിലും നല്ലത് അതായിരുന്നു. നീ പോക്കാ താമസിക്കാതെ. ഇവിടെ മനുഷ്യൻ കൂടുന്നിടത്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് പറഞ്ഞു തീർക്കുമ്പോൾ തീരണം. പിന്നെ മനുഷ്യൻ കൂടുന്നിടമല്ലേ? പക്ഷേ ദൂതന്മാരെല്ലാം കൂടുന്നിടമാണോ? വീണ്ടെടുക്കപ്പെട്ട ദൂതന്മാർ മാത്രം കൂടുന്നതല്ല. മനുഷ്യൻ കൂടുന്നിടത്തേ അഭിപ്രായ ഭിന്നത, അഭിപ്രായ ഏകീകരണമോ അതിൻ്റെ പേരിൽ പണ്ടത്തെ ആരും നല്ലതെന്ന് പറയുമ്പോൾ ചെണ്ടയടി കാതിലേക്ക് ഓടി വരുമ്പോഴേ തിരിച്ചു പോകാൻ സംഗതി വരും. അതിന് ദൈവം ബ്ലോക്ക് ചെയ്തു. ഇവരക്കരെ കടന്നു. യോശുവയുടെ കാലത്ത് അക്കരെ കടന്നു, ജെരീഹോ ഇടിച്ചു, ഹായി ഇടിച്ചു, ബഥേൽ കടന്നു. അതങ്ങ് പോക്കോട്ടെ. നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുക. രണ്ടാം ഘട്ടം, ഞാൻ മറ്റൊരു ഗുരുവിനെ കണ്ടു, ഏലിയ.
കൂടെ ഒരാൾ ഏലിശ. ഗുരു പറഞ്ഞു, ഞാനിന്ന് എടുക്കപ്പെടും. കർമ്മയിൽ നിന്ന് ഗുരു തിരിച്ചു. ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു ബൈബിൾ സ്കൂളിൻ്റെ. അതെവിടെയാ? നേരെ അദ്ദേഹം അവിടെ നിന്ന് ബഥേലിൽ വന്നു. ബഥേലി വരുമ്പോൾ കൂടെ വാത്സല്യ ശിഷ്യരുണ്ടപ്പോൾ ബഥേലിലെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, അതെ, നമ്മുടെ ഗുരു ഇന്ന് നമ്മളെ വിട്ട് പോകും എന്നുള്ള കാര്യം അറിയാമല്ലോ അല്ലേ? എന്തിനാ ആഗ്രഹിക്കുന്നറിയോ? ഗുരു പോയിട്ട് വേണം അവിടെ കയറി ഇരിക്കാൻ. ഏലിശ മാത്രം പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, എനിക്കിത് കേൾക്കാൻ വയ്യ. ഗുരു എന്നെ വിട്ടു പോകുമെന്നത് ചിന്തിക്കാൻ വയ്യ. ഗുരുവിന് പ്രാണനർപ്പിച്ച ശിഷ്യന് മാത്രമേ ഗുരുവിനോട് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. ഗുരു തന്നെ നേരിട്ട് വന്നിട്ട് പറഞ്ഞു, ഇനി നീ പോകോ, ഞാൻ ഗിൽഗാലിലേക്ക് പോവാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യഹോവയാണ്, എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടില്ല. അങ്ങനെയാണോ? നവ അടുത്തടുത്ത് ചെന്നു. ബഥേൽ ടു ഗിൽഗാൽ ടു ബഥേൽ. അവിടെ വരുമ്പോഴും പറഞ്ഞു, അവിടുത്തെ ഈശന്മാരും ഇതുപോലെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, യഹോവയാണ്, എൻ്റെ ജീവനാണ്, നിന്നെ വിടില്ല. വീണ്ടും യോർദാൻ്റെ അരികിലേക്ക്, യെരിഹോയിലേക്ക്. അപ്പോഴും പറഞ്ഞു, നിന്നെ വിടത്തില്ല. നിനക്കെന്ത് വേണം? നിന്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. ബാക്കിയുള്ളവർക്കൊക്കെ ഗ്രാജുവേഷൻ മതി, കോട്ടിട്ടാൽ മതി, അക്കാഡമിക്ക് ഡീനായാൽ മതി, പ്രിൻസിപ്പളായാൽ മതി, അച്ഛൻ്റെ പഴയ നോട്ട് കിട്ടിയാൽ മതി. പക്ഷേ എനിക്ക് നിന്റെ സ്പന്ദിക്കുന്ന ആത്മാവിൻ്റെ, ഇളക്കം തട്ടുന്ന ആത്മാവിൻ്റെ വൈബ്രേഷൻ ഇല്ലേ, അതില്ലാതെ ജീവിക്കാൻ വയ്യ. എനിക്ക് ആഹാരമല്ല വേണ്ടത്, വെള്ളമല്ല വേണ്ടത്, വസ്ത്രമല്ലത് വേണ്ടത്, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്, ഇരട്ടിപ്പങ്ക്, ഇരട്ടിപ്പങ്ക്. എന്തിനാ ഇരട്ടിപ്പങ്ക്? ഇരട്ടിപ്പങ്കിൻ്റെ കാരണം, ഗുരു നീ കരുത്തനാ, ആകാശം പൂട്ടി താക്കോല് പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ ശേഷിയുള്ളവനാ. ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ മഞ്ഞും മഴയും ഈ ദേശത്ത് പെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ താക്കോല് കൈക്കൊണ്ട് നടക്കുന്ന അധികാരമുള്ള ഗുരുവാ. 50 പേരായി നിന്നെ ആക്രമിക്കാൻ വന്നത് തന്ത്രരൂപേണ വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ ദാസനെങ്കിൽ ഇതാ ഇടപെടലെന്ന് പറഞ്ഞ മാത്രയിൽ ദഹിപ്പിച്ചു കളഞ്ഞ ദൈവരെ വ്യാപരിച്ച ദൈവദാസന ആകാശ് നിന്റെ വാക്കൾക്ക് മുമ്പിൽ കരിഞ്ഞുണങ്ങി തകർന്ന് ജഡമായ കാഴ്ച അത് ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ഈസബേലിൻ്റെ ശവശരീരം കടിച്ചു മുറിക്കുന്ന നായ്ക്കുട്ടികളെ ഞാൻ കണ്ടു. ആഹാബിൻ്റെ അന്ത്യവും ഞാൻ കണ്ടു. പക്ഷെ ഇതേ നീ ചില ഘട്ടങ്ങളിലൊക്കെ പറയും, ഇപ്പോൾ മതി യഹോവേ, മതി, ഞാൻ നല്ലവനല്ല, ഞാൻ നല്ലവനല്ല. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി, ഇത്ര കരുത്തനെയും തകർക്കാൻ നിഴൽ പോലൊരു ശത്രു, നിഴൽ പോലൊരു ഭയം നിന്റെ കൂടെ നടപ്പുണ്ട്. ശത്രു കരുത്തനായി, ആഹാബിന്റെ പുതുതലമുറ കൂടുതൽ ആയുധം രാഗിമിനുക്കി, സൈന്യം അതിശക്തമായി, നിന്നെ വകവരുത്താൻ അന്ന് തുനിഞ്ഞിറങ്ങിയ ശക്തികളുടെ മുമ്പിൽ ഒരു ശിശുവിനെ പോലെ ഞാനിങ്ങനെ നിൽക്കവേ, ഞാൻ ഒറ്റയ്ക്ക. ഇന്നോടാൻ പഴയ കൃപ പോരാ, പഴയ ശക്തി പോരാ, പഴയ നിയോഗം പോരാ. നിന്റെ ആത്മാവിന്റെ ഇരട്ടിക്കൃപ, ഇരട്ടിപ്പങ്ക്, ഇരട്ടി ചൈതന്യം, അതുകൂടാതെ ഇനി ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധം ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്ഥിതി മാറിയിരിക്കുന്നു, ദേശത്തിന്റെ സ്ഥിതി മാറിയിരിക്കുന്നു. അഭിഷിക്തന്മാർ ഉണരട്ടെ, അവരെ പ്രവൃത്തിക്ക്, അവരെ കാഴ്ചപ്പാടിന് പുത്തൻ വിശാലതകൾ വരട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന ആ അഭിഷിക്തന്റെ നിറവ് ഇന്ന് രാത്രി നിന്നിൽ ഒരു പുത്തൻ അഭിഷേകമായി, ഒരു പുത്തൻ നിയോഗമായി വ്യാപരിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക, ഒന്ന് സമർപ്പിക്കുക. അതുകൊണ്ട് ഇരട്ടിപ്പങ്ക്. ഹല്ലേലൂയ. അടന്നു യോർദാങ്കൽ വന്നു, യോർദാനെ അടിച്ചു. ഒരു രോമപ്പുതപ്പ് കൊണ്ട്, കമ്പിളിപ്പുതപ്പ് കൊണ്ട്, ആട്ടുരോമം കൊണ്ടുണ്ടാക്കിയ പുതപ്പ്. ഇത് പ്രവാചകന്മാരൊരു വേഷരീതി കേട്ടോ.
സംശയമുള്ളൊരു സക്കറിയ 13:3-4 ഒക്കെ ഒന്ന് വായിച്ചോണം. എപ്പോഴല്ല വീട്ടിൽ പോയി അവിടെ കിടപ്പുണ്ട്. 2 രാജ 1:8 കിടപ്പുണ്ട് ഈ പുതപ്പ്. ഇത് ഒരുവൻ്റെ മേലിട്ടാൽ അത് നമുക്ക് 1 രാജ 19 കിടപ്പുണ്ട്. ഈ പുതപ്പ് എറിഞ്ഞാൽ നമ്മുടെ കക്ഷിയെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അന്ന് മുതൽ ഈ പുതപ്പ് വൃത്തിയാക്കുന്നത് സൂക്ഷിക്കുന്നതൊക്കെ എലിശ. ക്ലാസ്സിൽ 100 മേടിക്കുന്നതിലും വലുതാന്നേ ഗുരുവിൻ്റെ പുതപ്പൊന്ന് കഴുകുന്നേ, ഗുരുവിൻ്റെ വസ്ത്രം ഇസ്ത്രി ഇടുന്നേ, ഗുരുവിൻ്റെ കാലിൽ നഖമൊന്ന് വെട്ടിക്കൊടുക്കുന്നേ, ഗുരുവിൻ്റെ തലയൊന്ന് ചീ കൊടുക്കുന്നേ, ഗുരുവിൻ്റെ കൈയും കാലും ഒക്കെ തിരുമ്മി കൊടുക്കുന്നേ. അങ്ങനെയൊക്കെ ആ പഴയ തലമുറ ഇവിടെ വരെ വന്നതേ. അനുഗ്രഹമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പുതപ്പിലൂടെ ഗുരുവിനെ കാണാം, ഗുരു സാന്നിധ്യം അറിയാം. ഈ പുതപ്പ് കൊണ്ടടിച്ച് ഏലിയാവ് അക്കരെ കടന്നു, ഏലിശ കൂടെ. ഇനി പറയുന്ന കാര്യം നമ്മൾ കൊമേഴ്സും ചരിത്രവും ഒക്കെ പറഞ്ഞല്ലോ അല്ലേ. ഒരല്പം ജോഗ്രഫി കൂടി പറയാം. സന്തോഷമാണോ? ദൈവാസന്മാരിൽ പറയില്ലേ, ഇന്ന് ഞാൻ വലിയ തിയോളജി ഒന്നും പറയുന്നില്ല, പക്ഷെ അന്ന് പറയുന്ന മുഴുവൻ തിയോളജിയാണ്. തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള കാര്യം, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞൊരു ചെറിയ ജോഗ്രഫി. ശ്രദ്ധിക്കണേ. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ വന്ന വഴി നിങ്ങൾ മനസ്സിലൊരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കണം. നെബോയുടെ താഴ്വരയിൽ നിന്ന് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ചവിട്ടി യോർദാൻ 2 വഴി പിരിഞ്ഞു, അക്കരെ കയറി. എവിടെത്തി? എരിഹോ. പിന്നെ എവിടെത്തി? ബഥേൽ. പിന്നെ എവിടെത്തി? ഗിൽഗാൽ. അങ്ങനെ അവരങ്ങ് പോയി. വരയിട്ടോ. യോർദാൻ, എരിഹോ, ബഥേൽ, ഗിൽഗാൽ, അങ്ങനെ പോവാം. ഈ ഗുരുവ് ശിഷ്യന് തിരിച്ചു വരുന്നത് യോശുവയും കൂട്ടരും പണ്ട് പോയ വഴിയിലൂടെയാണോ എന്നൊന്ന് നോക്കിക്കേ. ബൈബിള് വായിക്കുന്നവർക്കേ മനസ്സിലാവും. നല്ല വീട്ടിൽ പോയി വായിച്ചോണം, പിടിയിട്ടില്ല. 1000 ആണ്ടുകൾക്കപ്പുറത്തെ യോശുവയും കൂട്ടരും പെട്ടകം ചുമന്ന് വരുന്ന വഴിത്താരയിലൂടെ കാലമേറെ കഴിഞ്ഞ് ഒരു ഗുരുവ് ശിഷ്യനും മറന്നുപോയൊരു സാധനം എടുക്കാൻ വരുന്ന പോലെ ഒരു വരവ്. എന്നാണെന്നറിയോ? ഇരട്ടിപ്പങ്കിന്. സൂക്ഷ്മമായിട്ട് നോക്കിക്കേ. അവർ വന്നു നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? മോശ മരിച്ചടക്കപ്പെട്ട ആ ഭൂപ്രദേശത്ത് എവിടെയോ വന്നു. അടുത്ത വചനം. അനന്തര യഹോവ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്നു. ഈ ചുഴലിക്കാറ്റ് എപ്പോഴും ഒരു എമർജൻസി വാഹനമാണ്. യോവിൻ്റെ അടുത്ത് നോക്കി അങ്ങനെ വന്നല്ലേ. അങ്ങ് ഉയരം മുതൽ താഴെ വരെ ആ ചുഴലിക്കാറ്റിൽ വന്നു. യോവിനോട് പറഞ്ഞു, പുരുഷനെപ്പോലെ അരമുറുക്കാൻ. ലോകം ചുഴലിക്കാറ്റ് കണ്ട് ഭയക്കുമ്പോൾ നീ റെഡിയായിരുന്നോളാൻ. നീ അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രാപ്തനാകാൻ പോവാം. നിഗൂഢതകളുടെ പൊരുൾ അഴിക്കാൻ പോവാം. രഹസ്യങ്ങളുടെ ചുരുളഴിച്ച് നീ ആർക്കും ചെയ്യാനാവാത്തത് ചെയ്യാൻ പോവാന്ന് ഇവിടെ വന്നേ. നോക്കി നിൽക്കേ. ഏലിയാവെടുക്കപ്പെട്ടു. അവിടെ ഒരു വചനം കിടക്കുക. അഗ്നിമയമായ രഥങ്ങൾ, കുതിരകളും രഥവും. എന്താ ഏർപ്പാടാ? ചുഴലിക്കാറ്റിൽ ഏലിയാവിനെ എടുത്തു. ഈ രഥവും കുതിരയും എന്തിനാ? കാലിയടിച്ചു പോകാനാണോ? എന്തിനു വന്നാ? ഇതൊക്കെ കൂടെ ഉണ്ടെന്ന് കാണിക്കാനാണോ? ഒന്നുമല്ല. എന്താണെന്നറിയണമെങ്കിൽ ഞാനൊരു ഏകദേശം 1800 വർഷം ഇതിന് ശേഷമുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാം. മറുരൂപമലയിൽ നോക്കിക്കുക, 2 പേരെ കാണാം. കർത്താവിനോട് കൂടെ ആരുണ്ട്? നമുക്ക് ചോദിക്കുക, ഏലിയാവ് എങ്ങനെ വന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. അച്ഛൻ എപ്പോഴാണ് വന്നേ? എങ്ങനെ വന്നു? അച്ഛൻ ഉയർത്തെഴുന്നേറ്റായിട്ടൊന്നുമില്ല, ശവം അടക്കിയായിട്ടേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. പക്ഷേ എന്ന് വന്നു? അച്ഛൻ പറഞ്ഞു, കുഞ്ഞെ, ഞാൻ ചുമന്നത് ക്രിസ്തുവിൻ്റെ നിന്നയാണെങ്കിൽ, ഞാൻ പ്രസംഗിച്ചത് യേശുവിനെയാണെങ്കിൽ, ഞാൻ സാക്ഷിച്ചത് യേശുവിനെയാണെങ്കിൽ, ആർക്കും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത വെണ്മരൂപിയാർന്ന വസ്ത്രധാരണത്തിൽ
എൻ്റെ വീണ്ടെടുപ്പുകാരനൊപ്പം ഇവിടെ. ഇപ്പം 2 ഈശന്മാരും തീർന്നു. യോഹന്നാൻ്റെ ശിഷ്യൻ. നമ്മുടെ സ്നാപകന് 2 ഈശന്മാരുണ്ട്, പ്രധാനികൾ. ഒരാളുടെ പേര് ഇവിടെ പറയുന്നില്ല, പക്ഷെ ഒരാളുടെ പേര് പറയുന്നുണ്ട്. അതാണ് അന്ത്രയോസ്. മറ്റേ ആൾ നമ്മുടെ പയ്യനായ യോഹന്നാനാണെന്ന്. യോഹന്നാൻ്റെ സ്വഭാവമുണ്ട്, നമുക്ക് ആർക്കും ഇല്ലാത്തൊരു സ്വഭാവം. എന്ത് ചെയ്താൽ സ്വന്തം പേര് പറയില്ല. നമ്മളാണ് ഇത് തീരുമ്പോൾ കൃതജ്ഞത പറയുമ്പോൾ ഒരുത്തനെ വിട്ടുപോയാൽ കൃതജ്ഞത പറയുന്ന ആൾ ഓർത്തോളണം ബ്ലസ് മാരക്കൽ എങ്ങനാകും. നമ്മുടെ ആളുകളുടെയൊക്കെ അല്പത്തരെ നിങ്ങളെ അല്ല പറഞ്ഞു കേട്ടോ, നമ്മളെല്ലാം പൊതുവിൽ പറഞ്ഞ അങ്ങനെ ധരിക്കില്ലേ. സ്തോത്രം. പോട്ടെ. ഈ നമ്മുടെ യോഗത്തിൻ്റെ ഏറിയ പങ്കും ഈ കൃതജ്ഞത പറഞ്ഞു പോവുക. അതൊക്കെ എഴുതി വായിച്ച് പെട്ടെന്ന് അങ്ങ് തീർത്തേക്കണം. അത് കിട്ടുന്നവരെയും കൃതജ്ഞത കേട്ട് ആരും ചൈതന്യം പ്രാപിച്ചിട്ടില്ല. എന്തൊരു വിടുതലായിരുന്നു ആ കൃതജ്ഞത. പാട്ട് പാടുന്നവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ആ പ്രസംഗിക്കുന്ന സമയം ഒരു പാട്ടുകൂടെ അങ്ങ് പാടും. നിങ്ങളുടെ വിളി അതാണെന്ന്, പണി അതാണെന്ന്. അതാ പ്രധാനമായിട്ട് ചെയ്യണ്ടല്ലേ. ഒരാഹ്വാനമൊക്കെ കൊടുക്കാം, ഒരു ചൈച്ചിലുമൊക്കെ പറയാം, ഇത് നിന്നങ്ങ് കത്തിക്കുക. ഇവിടെ പാട്, അതിനെ വിളിച്ച് ആ പാട്ട് കേൾക്കാൻ ആൾക്കാർ വന്നിരിക്കുന്നത്. ഇത് ഉമ്മ കുറ്റവും പറഞ്ഞു അതും പറഞ്ഞ് ഇതും പറഞ്ഞ് നേരം പോവാ. ഞങ്ങൾ പറയേണ്ട കാര്യം ഇവർ വന്നെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ പ്രസംഗം പോവാ, സമയവും പോവാ. പോട്ടെ. അപ്പോൾ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 36 പേരുടെ പേര് പറയുന്നുണ്ട്. അതിൽ 19 പ്രമുഖരും 17 സാധാരണക്കാരും. അതിൽ തന്നെ 9 അപ്പോസ്തലന്മാർ. ഒരു പേര് മനഃപൂർവ്വം വിട്ടു, സ്വന്തം പേര്. സ്വന്തം പേര് ഒരു തവണ പോലും യോഹന്നാൻ ഈ സുവിശേഷത്തിൽ എഴുതിയില്ല, ഒരു തവണ പോലും. എന്നാൽ പ്രധാനപ്പെട്ട 3 പേരിൽ ഒരാളാണ്. അവ തന്നെപ്പറ്റി ചില സമയത്ത് പറഞ്ഞേ പറ്റൂ. ആ മുനമ്പത്ത് വന്ന് നിൽക്കുമ്പോൾ പറയും, യേശു സ്നേഹിച്ച ശിഷ്യനും അവിടെ ഉണ്ടായിരുന്നു. തീർന്നു. എന്നാൽ തന്നെപ്പറ്റി പറയാൻ നല്ല ഒരു ചാൻസ് യോഹന്നാന് കിട്ടിയതാണ്. എവിടെയെന്നറിയണ്ടേ? യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം സ്ത്രീകൾ പറഞ്ഞറിഞ്ഞ്. അന്നും സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരായിരുന്നു. ഗുണപരമായൊരു കാര്യമല്ലേ. പോട്ടെ. അതുകൊണ്ട് ആ പുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷനാകാഞ്ഞത്. ഈ സ്ത്രീകൾ പറഞ്ഞു, കേട്ട മാത്രയിൽ ആൾക്കാർ ഓടിയ കൂട്ടത്തിൽ ഒരു കൊച്ചു പയ്യനെ ഓടി. ഈ യോഹന്നാൻ്റെ കാര്യം കൊച്ചു പയ്യനായിരുന്നു. കൊച്ചു പിള്ളേർ ഓടിയാൽ നമ്മളെക്കാൾ വേഗത്തിൽ ഓടും അല്ലേ? അങ്ങനെ ഓടിപ്പോയി. പിന്നാലെ ഓടിയവരെക്കാൾ വേഗത്തിലോടി ആദ്യം ചെന്ന് യേശുവിനെ കണ്ടു. ഇത് നമ്മളാണ് എങ്ങനെ എഴുതി വെച്ചേനെ തമ്പി പാഷേ? നമ്മളാണെ പറഞ്ഞത്, എൻ്റെ ആ ദേശത്ത് എന്നെ നിന്ദിച്ചവരുടെ നടുവിൽ, എന്നെ പരിഹസിച്ചവരുടെ നടുവിൽ, ഈ ഏഴയും പൂഴിയും ചാരവും കൃമിയുമായിരുന്ന ഈ സാധുവായ ഞാൻ, ഈ പാവപ്പെട്ട ഞാൻ ആദ്യം ചെന്നു യേശുവിനെ കണ്ടു. ഇതൊന്നും എൻ്റെ ഒരു പുകഴ്ചയ്ക്ക് വേണ്ടി പറഞ്ഞല്ല. ഇങ്ങനെ നമ്മളീ അടിക്കുന്നത്. യോഹന്നാൻ മിണ്ടില്ല, മിണ്ടാട്ടമില്ല. യേശുവിൻ്റെ കൂടെ നടന്നാൽ ഇതാ ക്വാളിറ്റി. നോട്ടീസ് പേര് ചെറുതായി പോയി, നോട്ടീസ് പേര് വന്നില്ല. ഞാനിന്നും പകരം പ്രസംഗിക്കാൻ പോകും. ആൾ കുറഞ്ഞാലും വിഷയമില്ല, കൂടിയാലും വിഷയമില്ല. വണ്ടിക്കൂലി വേണ്ട, ഭക്ഷണം വേണ്ട, കർത്താവാഴ്ച വരും, എവിടെയും വരും, ആർക്കും വിളിക്കാം. സ്തോത്രം, സ്തോത്രം. പിന്നെ ഈ തേനീച്ച പെട്ടി പോലുള്ള മൈക്ക് വെക്കരുത്, അതൊരു പ്രയാസമാണ്. നമ്മൾ ശിലായുഗത്തിലല്ല ജീവിക്കുന്നതുകൊണ്ടാണ് അല്ലേ? കാലം ഇച്ചിരി മാറി അല്ലേ? അതുകൊണ്ട് പറഞ്ഞ ഞാനിത് പറയുമ്പം ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഉണർന്നു വരും, അവിടുത്തെ പാട്ടാണ് കേൾക്കുന്നത്, കോളാമ്പിക്കകത്തൂടെ പാടുന്ന യേശുദാസാണ്. കേൾക്കുന്നവന് മനസ്സിലാകുന്ന ജനാർദ്ദനം പാടുക എന്നാണ്. ഇതൊക്കെ ഉപദേശിച്ച് എങ്ങനെ? നമ്മൾ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ടറിഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായല്ലേ കാര്യത്തിൻ്റെ കിടപ്പ്. നല്ല പാട്ടാണ്, പക്ഷേ കേൾക്കുന്നത് എങ്ങനെ? ഇങ്ങനെ ഈ സാധനം വെച്ചുകൊണ്ടിരുന്ന് സംസാരിക്കാൻ പാടാ. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ ശിലായുഗത്തിലേക്ക് പോകരുത്. ഇതൊന്നും പറഞ്ഞതേ യോഹന്നാൻ സ്വന്തം പേര് പറഞ്ഞില്ല. അപ്പം 2 പേര് സ്നാപകൻ്റെ ഈശന്മാരായിരുന്നു.
സ്നാപകൻ ഒരു ദിവസം യേശുവിനെ നോക്കിയിട്ട് പറയുക, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു. അവനെ കണ്ടിട്ട് പറയാം, ഇവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 2 ചെറുപ്പക്കാരൻ ചാടി. ഒരുത്തൻ്റെ പേര് അന്ത്രയോസ്. ആദ്യം ആ പേര് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ശിഷ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ അതിലാദ്യത്തെ ക്രൈസ്തവൻ്റെ പേരാ അന്ത്രയോസ്. സ്തോത്രം. അന്ത്രയോസിന് സുവിശേഷം എഴുതിയിട്ടില്ല, അന്ത്രയോസ് ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല, അന്ത്രയോസ് ലേഖനം എഴുതിയിട്ടില്ല. പക്ഷേ അന്ത്രയോസിന് ആർക്കും ഇല്ലാത്തൊരു ഗുണമുണ്ടായിരുന്നു. അന്ന് തന്നെ വീട്ടിൽ ചെന്ന് പത്രോസിനെ വിളിച്ചു, അനിയനെ, എടാ കുഞ്ഞു വന്നേ. അയാളിങ്ങനെ ചൂടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. എടേ ഇവിടെ വരാൻ വന്നു. എന്തോ വെച്ചാ തൻ്റെ കുഞ്ഞനുജൻ്റെ മുഖത്ത് നോക്കി ചേട്ടൻ പറയുക, നിറകണ്ണുകളോട് ആവേശത്തോടെ പറയുക, കുഞ്ഞേ, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ചേട്ടായി കണ്ടുപിടിച്ചിട്ട് വരിക, വരാൻ. ശിഷ്യനാകുന്ന കണ്ടോ എങ്ങനെയാന്ന്? ശിഷ്യൻ പോയി പറയണമെന്ന് ഞാൻ കണ്ടു. അന്ത്രയോസ് എന്ന പാവപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളി ഇത് കണ്ടുപിടിക്കുമ്പോഴേ പുസ്തകം മനപ്പാഠം പഠിച്ച റബി തിരിച്ചും മറിച്ചും നോക്കി പ്രാർത്ഥിക്കുക, ന്യായപ്രമാണത്തിലെ അത്ഭുതം കാണാൻ എൻ്റെ കണ്ണു തുറക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് യേശുവിനെ കണ്ടിട്ട് തച്ചൻ്റെ മകൻ എന്നവൻ ആക്ഷേപിക്കുമ്പോൾ ഒരു പാവം മനുഷ്യൻ പറയുക, ഞാനിത് കണ്ടെത്തി. ആ കണ്ടെത്തലിൻ്റെ പേരാ സുവിശേഷം, അത് കണ്ടെത്തിയതിൻ്റെ പേരാ ദൈവകൃപ, അത് കണ്ടെത്തിയതിൻ്റെ പേരാ ആത്മനിയോഗം. അവർക്കാർക്കും കാണാൻ കഴിയാത്തതേ ഒറ്റയ്ക്ക് വീട് വിട്ടിറങ്ങി കണ്ടെത്തിയ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീട്ടിൽ സമൂഹത്തിൽ മറ്റാർക്കും കാണാനാവാത്ത ആ കാഴ്ച കൊണ്ട് യേശുവിനെ കണ്ടപ്പോഴേ ഒത്തിരി വിലക്കുകൾ, ഒത്തിരി പ്രശ്നങ്ങൾ. പക്ഷെ ഇറങ്ങിത്തിരിച്ചപ്പോൾ മനസ്സിലായി ഇതൊരു മഹായാനമാണ്. സ്തോത്രം. ഈ യാത്ര മധ്യേ അന്ത്രയോസ് ദൈവത്തിന് കൊടുത്ത ഏറ്റവും വലിയ നിധിയാ പത്രോസ്. തൻ്റെ മുമ്പിലൂടെ പത്രോസ് കുതിച്ചു കയറി 3 പേരിൽ ഒരുവനായി മാറി. യാക്കോബും യോഹന്നാനും പത്രോസും. അവിടെ എന്നെ കൂട്ടിയില്ലെന്ന് പറഞ്ഞ അന്ത്രയോസ് കേസെടുത്തോ? അന്ത്രയോസ് പറഞ്ഞു, ഇതിലും നല്ലത് യോഹന്നാൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു, എൻ്റെ നല്ല പ്രൊമോഷൻ കളഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞോ? അന്ത്രയോസ് ആരൊക്കെ എവിടെയൊക്കെ പോയാലും എങ്ങനെ പോയാലും അത് യേശുവിനല്ലേ പ്രയോജനപ്പെടുന്നത്. അതാ ശിഷ്യൻ. ഞാനെന്തായി എന്നല്ല, എൻ്റെ ഗുരു പഠിപ്പിച്ചത് എന്തായി. അന്ത്രയോസിന് പിന്നെ ഒരു ഗുണമുണ്ടാകും. 5 അപ്പവും 2 മീനും ഉള്ള പയ്യനെ ഓർക്കുന്നുണ്ടോ? അവനെ കൊണ്ട് യേശുവിൻ്റെ അടുത്ത് കൊടുത്തതും അന്ത്രയോസാ. ശമര്യക്കാർക്ക് സുവിശേഷം കേൾക്കണമെന്ന് പറഞ്ഞു. അവരിങ്ങോട്ട് തിക്കിത്തിരക്കി വന്നപ്പോൾ അവരെ കൊണ്ട് പത്രോസിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് പത്രോസിനോട് പറഞ്ഞു പ്രസംഗിക്കാൻ. നമ്മളാണെ ശമര്യക്കാർ തിക്കി വരുമ്പോഴേക്ക് പറയും, എവിടെ പോവാ? പത്രോസിനെ എന്ന് കാണാം. സുവിശേഷം കേൾക്കാൻ. ഈ പത്രോസിനെ കൊണ്ടൊന്നും ആരാ നിനക്കറിയോ? ഇല്ല. അവനത് പറയല. ഞാൻ അന്ത്രയോസ് നേരെ പത്രോസിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ട് പറയാ, കുഞ്ഞ് പ്രസംഗിച്ചാട്ടെ, അച്ചാച്ചൻ പ്രാർത്ഥിച്ചു വിട്ടിരിക്കാം, നല്ല വചനം വരാൻ ചേട്ടായി പ്രാർത്ഥിച്ചോളാം. എന്ത് നല്ലൊരു ചേട്ടനല്ലേ! എന്തൊരാനന്ദം ആ കുടുംബം, എന്തൊരു സന്തോഷം ആ ക്രിസ്ത്യ ജീവിതം. അനിങ്ങനെ മുമ്പോട്ട് വിട്ടിട്ട് മാറി നിൽക്കുന്ന ചേട്ടൻ്റെ ഹൃദയവിശാലതയാ ഒരു യഥാർത്ഥ ശിഷ്യൻ. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസ് അങ്ങോട്ട് കത്തിക്കയറുമ്പോൾ അന്ത്രയോസിൻ്റെ ഉള്ളിലൊരു സന്തോഷം. അന്ത്രയോസ് വലിയ കണ്ണുള്ളവനാ. സ്വർഗത്തിൽ ചെന്നു അന്ത്രയോസും പത്രോസും 3000 നേടിയ പത്രോസിന് ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തു. അത് കണ്ടതേ പത്രോസ് കണ്ണ് തള്ളിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞ് അന്ത്രയോസിനെ വിളിച്ച് അതിലും വലിയൊരെണ്ണം കൊടുത്തു. പത്രോസ് ചോദിക്കുക, ഗുരു ഇതെന്നെ പണി? എടാ മോനെ, 3000 പേരെ പിടിച്ച ചൂണ്ട നിൻ്റെയാണെങ്കിൽ നിന്നെ പിടിച്ച ചൂണ്ട അവൻ്റെ. ഞാൻ ചുമ്മാ ഒരു ബോണസ് പോയിൻ്റ് ഇട്ടപ്പോൾ അവനങ്ങ് കയറി. മനസ്സിലായോ? പത്രോസ് എത്ര പേരെ നേടിയാലും 1 പോയിൻ്റ് അന്ത്രയോസന മുകളിലേ നിൽക്കൂ. ഹല്ലേലൂയ. ഈ ലോകത്ത് പേരും പെരുമയും വേണ്ടെന്നേ. ചിലരെങ്കിലും ആദ്യമായിട്ട് അന്ത്രയോസിൻ്റെ ഈ ക്വാളിറ്റി കേൾക്കുന്നത്. ഈ ലോകത്ത് സ്വീകാര്യത വേണ്ട, പേരും പെരുമയും വേണ്ട. ദൈവം നമ്മെ കാണുന്നു, അവിടുന്ന് നമ്മെ അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പ്രശംസയോടെ പറഞ്ഞതുകൊണ്ട്, തെറ്റായി പറഞ്ഞതുകൊണ്ട്, അറിയുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഉണ്ട്. അവസാന രംഗം പറഞ്ഞു നിർത്താം. ഒരു 4-5 മിനിറ്റ് കൂടി.
നമ്മുടെ കർത്താവ് ആ ലോകത്തിൽ ഏറ്റവും വലിയ ഗുരു. ഞാൻ ഇത്രയും പറഞ്ഞതിന് വിപരീതം ഒരു കാര്യം കയറി പറയാൻ പോവാം, ക്ഷമിക്കണം. മുതിർന്ന ദൈവദാസന്മാർ തിരുത്തുകയും ചെയ്യണം തെറ്റിയ. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, തിരുത്താൻ വരുമ്പോൾ ന്യായീകരിച്ച് ഉരുണ്ട് വീണ് അച്ഛാ അതങ്ങനെയില്ല ഇങ്ങനെ അതൊന്നുമില്ല. അറിവീടാണ്, ക്ഷമിക്കണം. യേശുവിന് നല്ലൊരു ശിഷ്യനെ കിട്ടിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സോക്രട്ടീസിനൊരു പ്ലേറ്റോയ്ക്ക് അരിസ്റ്റോട്ടിൽ, നമ്മുടെ മഹാത്മജിക്ക് ആനി ബസന്റ്, ഇവരൊക്കെ നല്ല ശിഷ്യരാ. ആദരണനായ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീ നാരായണ ഗുരുസ്വാമിക്ക് കുമാരനാശാൻ, അതുപോലെ സഹോദരൻ അയ്യപ്പന് എത്ര പേര്. അഭിമാനിക്കാൻ, ഇന്ത്യക്ക് അഭിമാനിക്കാൻ നമ്മുടെ ഗുരുക്കന്മാർക്കൊക്കെ എത്ര ആളുകൾ, അധ്യാപകരുണ്ടാവും അല്ലേ കേൾവിക്കാർക്കിടയിൽ. നിങ്ങൾക്കൊക്കെ നല്ല ശിഷ്യന്മാരുണ്ട് ഇല്ലേ? ഉണ്ട്. എന്തായാലും നല്ല ശിഷ്യനല്ല ഇവർ പലരും എന്ന് പറയാൻ കാരണം അറിയണ്ടേ. യേശു ശിഷ്യന്മാരെ നടന്നു പോകുമ്പോൾ അത്തിയിൽ ഫലമില്ല, അവൻ അത്തിയെ ശപിച്ചു. വേദനിപ്പിക്കുന്നൊരു വാക്കേ. അവന് വിശന്നു. നീ ഒരു നല്ല ശിഷ്യനാണെങ്കിൽ ഗുരുവിന് വിശക്കാൻ അനുവദിക്കരുത്. അതാ ശിഷ്യത്വം. നമുക്കൊന്ന് പറയാം. അപ്പാ ആ 12 പേർക്കൊപ്പം നീ അടിയനെ തിരഞ്ഞെടുത്തെങ്കിൽ, അത്ഭുതം ചെയ്യാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും നിനക്ക് വിശക്കാൻ അടിയൻ അനുവദിക്കില്ല. കരയുന്ന നിൻ്റെ കൂടുണ്ടാകും, പ്രവർത്തിക്കുന്ന നിൻ്റെ കൂടുണ്ടാകും. ഇങ്ങനെ ആർക്ക് സമർപ്പിക്കാം? അതാ ശിഷ്യൻ. ഇതാ ഞാൻ പറഞ്ഞേ. ശിഷ്യന്മാർ കരുത്തരായി കേട്ടോ, ചാർജായി. അത് രണ്ടാമത്തെ കാര്യം, ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ. അതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം, ഒരു ഗുരുവിൻ്റെ സന്തോഷകാലത്തല്ല ശിഷ്യന് വേണ്ടത്, കട്ടിൽ കിടക്കുമ്പോൾ വേണം ശിഷ്യൻ. എനിക്ക് ഗുരുവുണ്ട്. എനിക്കിന്ന് തൃശ്ശൂരാണ്, നാളെ കോട്ടയമാണോ വെച്ചാൽ വരാൻ നേരമില്ലെന്ന് പറഞ്ഞ് ഗുരുവിനെ ഇട്ടിട്ട് പോകാൻ പാടില്ല. എൻ്റെ ഗുരുവിന് വിശക്കാൻ ഞാൻ അനുവദിക്കരുത്. മാത്രമല്ല, ഒന്നുകൂടി, ഈ ഗുരുവിനൊരു നിർണായക ഘട്ടം വന്നു. സോക്രട്ടീസിനൊരു നിർണായക ഘട്ടം വന്നു. ഏതൻസിലെ ഒരു കോടതി സോക്രട്ടീസിനെ വിധിച്ചു വിഷം കുടിച്ചു മരിക്കാൻ. വിഷം കൊടുത്തു. സോക്രട്ടീസ് മരിക്കാൻ തുടങ്ങുമ്പോഴേക്കും കോടതി പറഞ്ഞു 500 സ്വർണ്ണ നാണയം അടയ്ക്കണം, ഫ്രീ ആയിട്ട് വിട്ടേക്കാം. ഇത് കേട്ടപ്പോൾ പ്ലാറ്റോ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ഒരു 300 നാണയം ഞാൻ ശേഖരിച്ചത് കൊണ്ടുതരാം. 200 നാണയം ശേഖരിക്കാൻ അഥേനയുടെ തെരുവീതി മുഴുവൻ ഞാനിങ്ങനെ യാചിച്ച് നടക്കും. എൻ്റെ ഗുരുവിനെ കൊല്ലരുത്. സോക്രട്ടീസ് സന്തോഷത്തോടെ അത് നിരാകരിച്ചു, മരണമേറ്റെടുത്തു. എങ്കിലും ഒരു ചാരിതാർത്ഥ്യം, ഗുരു നിൻ്റെ പ്രാണനെ വെറുതെ കൊല്ലാൻ തുടങ്ങുമ്പോൾ നിന്നോടുള്ള സ്നേഹം. എങ്കിൽ നമുക്ക് ചോദിക്കാം, യേശു കർത്താവേ, നിൻ്റെ മരണസമയത്ത് ഏത് ശിഷ്യൻ നിനക്കൊരാശ്വാസം പകർന്നരികിലുണ്ട്? പ്രവാചകൻ ആ രംഗം കണ്ടു പറയുക, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ലതാനും. ഇതാ നമ്മുടെ ഗുരു കാൽവരിയുടെ കൊലമരത്തിൽ യാഗമാക്കാൻ തുടങ്ങുമ്പോൾ ഒരു ശിഷ്യനും അരിയിലില്ല. നമുക്കൊരു സ്വയവിമർശനത്തിനടുത്തിയല്ലാണ് ഈ കൺവെൻഷനിൽ. ഇനി ഞാൻ ചോദിക്കും, 11 ശിഷ്യന്മാരെ, യൂദ പോട്ടെ, നിങ്ങളെവിടെ? പത്രോസും വരണ്ട, അതൊരു പ്രവചന നിവൃത്തിയല്ലേ, മാറ്റിവെക്കാം. അന്ത്രയോസ്, താങ്കളെവിടെ? മത്തായി, താങ്കളെവിടെ? നഥനയേൽ, പ്രവചനത്തിൻ്റെ തീപ്പൊരി ശബ്ദം കേട്ടാ നീ വന്നേ, നീ ഇന്നെവിടെ? ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ കണ്ടെത്തിയെന്ന അതിശക്തമായ വിളംബരത്തോടെ ഒറ്റക്കുള്ള നെഞ്ചുറപ്പോടെ വന്നവനാ അന്ത്രയോസ്, താങ്കൾ എവിടെ? കാര്യത്തോടെടുത്തപ്പോൾ കാണാനില്ലല്ലോ. ബർത്തലമായി,
അന്ന് കാട്ടുകഴുതയുടെ പുറത്ത് ഒലിമരത്തിൻ്റെ ചില്ലകൾ താര വിരിച്ച് ജയാളിയായി വരുന്ന ക്രിസ്തുവിനെ ആരവാരം മുഴക്കിക്കൊണ്ട് യഹൂദന്മാരുടെ രാജാവെന്ന് പുകഴ്ത്തിക്കൊണ്ട് സിയോൻ കുമാരി നിന്റെ മണവാളൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് പ്രകീർത്തിച്ച ആയിരക്കണക്കിന് മനുഷ്യരില്ലേ, അതിന് നേതൃത്വം നൽകിയ നിങ്ങൾ 11 ആളുകളില്ലേ, നിങ്ങൾ എന്തേ ക്രൂശിന്റെ ചുവട്ടിലില്ല? ശിഷ്യത്വം ജ്വലിക്കുന്നതേ ആരവാരങ്ങൾക്കിടയിലല്ല. ശിഷ്യത്വത്തിന്റെ പവർ രൂപപ്പെടേണ്ടത് ആലയത്തിന്റെ 4 ചുവരുകളിലല്ല, തെരുവീഥികളിലല്ല. ഇവിടെ ഇതാ ക്രൂശിക്കപ്പെടുമ്പോൾ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാൻ ആർക്കുണ്ട് ധൈര്യം, ആർക്കുണ്ട് ചങ്കുറപ്പ്? ആ ചങ്കുറപ്പിന്റെ പേരാ ക്രിസ്ത്യാനിത്വം. യുഗങ്ങൾക്ക് ഇപ്പുറത്തുനിന്ന് നമുക്ക് സമർപ്പിച്ചിട്ട് പറയാ, നാഥാ ഞങ്ങളിതാ ആ ക്രൂശിനെ ചുമക്കാൻ നിന്റെ അരികിലേക്ക് നിനക്കൊപ്പം ഇറങ്ങി വരുന്നു. അവരുടെ കാലഘട്ടമായി ഇനി വരുന്നേ. യായിറോസിന്റെ മകൾ ഇവിടെ. കുഞ്ഞി, നിന്റെ പ്രാണനെ തിരിച്ചു തന്ന ഗുരു ഇതാ ക്രൂശിൽ പിടയുന്നു. ലാസർ, താങ്കളെ നാറ്റം വച്ച ശരീരത്തെ ജീവൻ വെപ്പിച്ച് തിരിച്ച് ഈ രാജ്യത്ത് നിലനിർത്തിയ ആ ക്രിസ്തു ഇതാ തകരുന്നു. നിന്റെ ഗുരു മരിച്ചിടത്ത് ഒന്ന് കാണാൻ വരാൻ പോലും കഴിയാത്ത മനുഷ്യരെ ശിഷ്യനെന്ന് വിളിക്കാമോ? എന്നാൽ അവിടെ പേരും പെരുമയുമില്ലാത്ത ചിലരുണ്ട്. ഒരാൾ നമ്മുടെ യോഹന്നാൻ തന്നെ, കൊച്ചു പയ്യൻ. പിന്നൊരാൾ വിശുദ്ധ മറിയമാണ്. ഇനി ഒരാൾ മറിയം എന്ന പേരുള്ള മഗ്ദലീനയാണ്. 2-3 സ്ത്രീകൾ അവിടെ ഉണ്ട്. ഈ പാവം സ്ത്രീകളും ഒരു ചെറുപ്പക്കാരനും യേശുവിൻ്റെ കാൽക്കരങ്ങളിലേക്ക് ചതുരവടിവുള്ള ആണി തുളച്ച് കെട്ടിയ. ഞാൻ പറയാറുണ്ട്, ആണി അടിക്കുന്നത് ഇവിടെയാണ് കേട്ടോ, കൈവെള്ളക്കല്ല. റോമൻ ശിക്ഷാരീതി അങ്ങനെ. അപ്പോത്തിക്കരി എന്ന് പറയുന്ന നാട്ടുവൈദ്യൻ വന്ന് നാടി പിടിച്ച് ആണി ഇറക്കാനുള്ള സ്ഥലം സ്പോട്ട് ചെയ്യണം. അവിടെ കറുത്ത മഷിക്കടയാളപ്പെടുത്തണം. എന്നിട്ട് തടിമാടന്മാരായ 3 കരുത്തന്മാരായ ആരാച്ചന്മാർ വന്ന് ആരവാരം മുഴക്കി ഈ ചതുരവടിവുള്ള ആണിയേറ്റ് വാങ്ങും. യഹൂദന്മാരുടെ രാജാവെന്ന കുറ്റം ചുമത്തി യേശുവിനെ റോമാ കൈസറുടെ ഉത്തരവിൻ പ്രകാരം പീലാത്തോസ് നടപ്പിലാക്കിയ വിധി ഞങ്ങളിതിനാൽ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ കൈസർ ജയിക്കട്ടെ എന്ന് പറഞ്ഞ്, കൈസർ ജയിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരേ സമയത്ത് ഇത് കുത്തിയിറക്കും. ചോര ചീന്തി മണ്ണിലാകെ വീഴും. കൈക്ക് കുത്തി ഇറക്കി ചോര മുഴുവൻ വാർന്നു എന്ന് കാണുമ്പോൾ ഇതൊന്ന് തിരിക്കും. ചതുരവടിവുള്ള അണിയാ, ഉരുണ്ടിരിക്കുന്നല്ല. ഞരമ്പ് കെട്ടുകൾ സ്ട്രക്കാകും. ശരീരത്തിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ കാർബൺ ഡയോക്സൈഡ് വൻതോതിൽ ശരീരത്തിൽ ശേഖരിക്കും. ഈ കുരിശിലേക്ക് പിന്നെ ചുറ്റിയൊക്കെ അണിയടിച്ചടിച്ചടിച്ചടിച്ച് കിട്ടും. ആളെന്നെങ്ങനെ കിടത്തും? പെട്ടെന്ന് മരിക്കില്ല. ക്രൂശിൽ മരിക്കാതെ 7 ദിവസം വരെ കിടന്ന മനുഷ്യരുടെ ചരിത്രം സ്ട്രാബോ എന്ന ചരിത്രകാരൻ എഴുതുന്നു. പ്രാണൻ നഷ്ടപ്പെട്ടിട്ടില്ല, എന്നാൽ കോമാ സ്റ്റേജിലെ കിടപ്പ. ആ കിടപ്പ് യേശുവിൻ്റെ അല്ല. ഇങ്ങനെ കിടന്ന മനുഷ്യരുണ്ട്. ക്രൂശിൽ മരിച്ച മനുഷ്യനെ തീയിൽ വെക്കരുത്. ക്രൂശിൽ മരിച്ച മനുഷ്യന് നിലത്ത് കുഴിച്ചിടരുത്. ക്രൂശിൽ മരിച്ച മനുഷ്യനെ വെള്ളത്തിലൊഴുക്കരുത്. ഇതാ റോമിലെ നിയമം. പക്ഷേ യേശുവിനെ നിലത്തിറക്കി. ഇതൊക്കെ വേറെ കാര്യം. ഈ ക്രൂശിൽ മരിച്ചവൻ്റെ ശരീരം ആകാശത്തിലെ പറവകൾക്കുള്ളതാണ്. കൊത്തിപ്പറിച്ച് കുടൽമാലകൾ കുത്തിത്തുറിച്ചു താഴെ വീണ് നരിയും പറന്നു വരുന്ന പറവകളും കഴുകനുമൊക്കെ കൊത്തി വലിച്ച് വികൃതമാക്കേണ്ട ശരീരം, ഗുരുവിൻ്റെ ശരീരം കൊത്തിവലിക്കാൻ മരണത്തിൻ്റെ കിങ്കരന്മാരായ കഴുകന്മാർ കാത്തു നിൽക്കവേ നിങ്ങളും ഞാനവിടെ ഉണ്ടെങ്കിൽ ദുർബലമായ കരങ്ങൾ കൊണ്ട് ആ കഴുകനെ പോ തുടരുതേ. എൻ്റെ ഗുരുവിൻ്റെ ശരീരം. ആരുമില്ല. പാവം സ്ത്രീകൾക്ക് എന്തു പറ്റും? പാവം യോഹന്നാൻ എന്തു പറ്റും? ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. യേശു പ്രാണനെ വിടുമ്പോൾ ആ രംഗത്തിന് സാക്ഷ്യം വഹിച്ച് നിൽക്കുന്ന സ്ത്രീകളുടെ സമർപ്പണമുണ്ടല്ലോ,
അഞ്ചപ്പം വാങ്ങിക്കഴിച്ച നന്ദി, കടലും മീതെ നടന്ന കണ്ട ആരവാരത്തിൻ്റെ നന്ദി, അമ്മാവിയമ്മ സുഖപ്പെട്ട അനുഭവസാക്ഷ്യം പറയുമ്പോഴേ ക്യാൻസർ മാറിയ ചരിത്രം എഴുന്നേറ്റ് നിന്ന് പറയുമല്ലോ. കാലി വയ്യാതിരുന്നു രക്ഷപ്പെട്ട ചരിത്രം പറയും, ട്യൂമർ മാറിയ ചരിത്രം പറയും, അറ്റാക്ക് വന്നതിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രം പറയും. പോരാ, ക്രൂശിന്റെ ചുവട് നിൽക്കാനുള്ള ധൈര്യവും ചങ്കുറപ്പുമാ ഈ നാളുകളിൽ ഭക്തൻ ആവശ്യം. കഷ്ടത നിറഞ്ഞ ഈ ക്രൂശിനെ കണ്ടിട്ട് പിന്തിരിഞ്ഞ് പലരും പോകുമ്പോ ദുഃഖവും സഹതാവുമല്ല വേണ്ടത്, ക്രൂശിനെ ചുമക്കാനുള്ള ആവേശം. അത് തിരിച്ചറിഞ്ഞിട്ട് അപ്പോസ്തലൻ കാലമേറെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കുമൊക്കെ വേണ്ടി പറയുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. പത്രോസിന് കഴിയാത്തത്, യോഹന്നാന് കഴിയാതെ പോയത്, അന്ത്രയോസിന് കഴിയാതെ പോയത് സ്വയം ഏറ്റെടുത്തിട്ട് പറയാ, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനല്ലാതെ പ്രശംസിക്കുവാൻ സംഗതി. ഈ ക്രൂശിനെ ചുമക്കണം, ഈ ക്രൂശിനെ നെഞ്ചിലെത്തണം, ഈ ക്രൂശിനെ ജീവിതത്തിലെത്തണം. അങ്ങനെയുള്ള കാലഘട്ടം വരാൻ പോകുകയാണ്. സ്തോത്രം. ചോര വീണ ആ കുരിശിൻ്റെ തടിയിൽ ജ്വലിക്കുന്ന കണ്ണുകളോടെ യോഹന്നാൻ നോക്കുക. പിടയുന്ന കൈകളിലേക്ക് യോഹന്നാൻ നോക്കി. അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞ, അരുമനാഥ, ആ കരം കൊണ്ടല്ലേ നീ എന്നെ തഴുകിയത്, ആ കാൽപാദം നല്ലേ എത്ര തവണ ഞാൻ കഴുകിയത്, ആ കണ്ണുകൊണ്ടല്ലേ സ്നേഹവായ്പോടെ നീ എന്നെ നോക്കിയത്, കുത്തിത്തുളക്കപ്പെട്ട വിലാപ്പുറം കണ്ടിട്ട് അവിടെയല്ലേ ഞാൻ ഓരം ചാരി കിടന്നത്. നീ കിടന്ന ക്രൂശിലേക്ക് നോക്ക, നിന്നെ തഴുകുന്ന യേശുവിലേക്ക് നോക്ക. അവയ്ക്കിന്ന് ആ തിരുസന്നിധിയിലേക്ക് അടുത്തിയല്ല. യഥാർത്ഥ ശിഷ്യത്വം അവിടെയാണ് സുഹൃത്തെ. ആ ശിഷ്യനാകാൻ കഴിയാത്ത ഒരാളെങ്കിലും ഈ രാത്രി വചനം കേൾക്കുന്നെങ്കിൽ എനിക്കെൻ്റെ യേശുവിനെ ഗമിക്കണം, എനിക്കെൻ്റെ യേശുവിനെ പിൻഗമിക്കണം, ജയാളിയായി പിൻഗമിക്കണം. കണ്ണുകളടച്ചട്ടെ, പ്രാർത്ഥിക്കാം. നമുക്ക് യേശുവിനെ പിൻഗമിക്കാം. ഈ ക്രൂശിന കരങ്ങളിൽ എന്താ? നസ്രായനെ അനുഗമിക്കുക. കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊരളവിലും ഈ ക്രൂശിനെ ചുമക്കാൻ ആർക്ക് മനസ്സുണ്ട് അവർ മാത്രം കരമുയർത്തിയാട്ടെ. എനിക്കെൻ്റെ യേശുവിൻ്റെ ക്രൂശ് ചുമക്കണം. ഏതളവിലും നാളെ മരണം വന്നാലും പതറാതെ എനിക്കെൻ്റെ യേശുവിൻ്റെ ക്രൂശ് ചുമക്കണം. എനിക്ക് നിൻ്റെ യഥാർത്ഥ ശിഷ്യനായി നിലകൊള്ളണം. ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഒരാളെങ്കിലും വീട്ടിലോ പരിസരത്തോ ഓൺലൈനിലോ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങളും ആ പ്രതിജ്ഞയുടെ ഭാഗമായി കരമുയർത്തിയാട്ടെ. കരങ്ങൾ താഴ്ത്തിയിട്ട സ്വർഗസ്ഥ പിതാവേ, വചനം കേട്ടവരെ അനുഗ്രഹിക്കണം. ക്രൂശ് ചുമക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പുനഃസമർപ്പണം ചെയ്തടുത്തു വരുന്നു. സ്വർഗം ഞങ്ങളെ പ്രചോദിപ്പിച്ചയക്കണം, തുടർന്നും ബലപ്പെടുത്തണം. പ്രാർത്ഥന ഇട്ടുണ്ട്. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. സമയം